അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. ഖിറാഅത്ത് നടത്തുന്നത് എൻ്റെ മകൾ മറിയം ആണ്. أعوذ بالله من الشيطان الرجيم. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഹലോ, ഓക്കെ, സൗണ്ട് ഓക്കെ ആണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലേണേഴ്സ് ഓഫ് ഇസ്ലാം വാട്സപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന പഠന പരമ്പരയിലെ ഇന്നത്തെ വിഷയം സുന്നത്തിന്റെ പ്രാമാണികതയും വിമർശിക്കപ്പെടുന്ന ഹദീസുകളും എന്നതാണ്. വിഷയം അവതരിപ്പിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതനായ സഹോദരൻ ജലീൽ കോലോത്ത് സാഹിബാണ്. ഈ പരിപാടി ശ്രവിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം പരിപാടി അവതരിപ്പിക്കാൻ സഹോദരൻ ജലീൽ സാഹിബിനെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അള്ളാഹുവിന്റെ സ്വാലിഹുകളായ ദാസന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നടത്തി വരുന്ന ടോക്ക് സീരീസിന്റെ ഈ വിഷയത്തിലുള്ള 5-ാമത്തേതാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ ടൈറ്റിൽ സുന്നത്തിന്റെ പ്രാമാണികതയും വിമർശിക്കപ്പെടുന്ന ഹദീസുകളും എന്നുള്ളതാണ്. ഈ ടൈറ്റിലിൽ തന്നെ 2 ഭാഗമുള്ളതിൽ ഇതിന്റെ ആദ്യ ഭാഗം സംക്ഷിപ്തമായി ഒന്ന് വിവരിക്കാം എന്നാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് സുന്നത്തിന്റെ പ്രാമാണികത. അതിനുശേഷം അടുത്ത പ്രോഗ്രാമുകളിലായി വിശദമായി വിമർശിക്കപ്പെടുന്ന ഹദീസുകൾ ഏതാണെന്നും എന്തൊക്കെയാണെന്നും നമുക്ക് പരാമർശിക്കേണ്ടതുണ്ട്. അപ്പോൾ വിഷയത്തോട് നീതി പുലർത്തുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്തിന്റെ പ്രാമാണികതയെ കുറിച്ചും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രാമാണികതയ്ക്ക് വിരുദ്ധമായി ഇതിന്റെ പ്രതിയോഗികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണെന്നും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ഇനി അതൊന്നും വലിയ നിർവചനം വിശദീകരിച്ചുകൊണ്ട് സ്ഥാപിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ദീൻ എന്ന നിലക്ക് പ്രവാചകൻ പറയുകയോ പ്രവർത്തിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്ത പ്രവൃത്തികൾക്കാണ് സുന്നത്ത് എന്ന് പറയുക പൊതുവിൽ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവാചകന്റെ കൽപ്പന ദീനിൽ പ്രമാണമാണ് എന്നുള്ള കാര്യം ഇസ്ലാം ദീനിനെ കുറിച്ച് സാമാന്യ ധാരണയുള്ള ഒരാൾക്ക് ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകാനിടയില്ല. കാരണം പ്രവാചകന്റെ കൽപ്പന പ്രമാണമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഖുർആൻ ഒന്നും പ്രമാണമാകുന്നു അല്ലെങ്കിൽ അല്ല എന്നാണല്ലോ വന്നു ചേരുക. കാരണം ഇത് ഖുർആനാണ് എന്ന് പറഞ്ഞതാരാണ്? ഈ ആയത്ത് ഖുർആനാണ്, ഇത് ഖുർആനാണ് എന്ന് പറയുന്നത് പ്രവാചകനാണ്. അപ്പോൾ പിന്നെ പ്രവാചകന്റെ വാക്കുകൾക്ക് പ്രാമാണികത ഇല്ലെന്ന് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും പ്രമാണമല്ലെന്ന് സ്വാഭാവികമായി വന്നു ചേരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം ദീനിനെ കുറിച്ച് സാമാന്യ ധാരണയുള്ള ഒരു മുസ്ലിമും ഈ സുന്നത്തിന്റെ പ്രാമാണികതയെ നിഷേധിക്കാൻ ഒരുമ്പെടുകയില്ല. അപ്പോൾ പിന്നെ ഇത്തരം വിഷയം നാം ചർച്ച ചെയ്യുന്നതിന്റെ സാഹചര്യവും സന്ദർഭവും എന്താണെന്ന് നമുക്കൊക്കെയും അറിയാം. ആയതുകൊണ്ട് തന്നെ സുന്നത്തിന്റെ പ്രാമാണികതയെ സൂചിപ്പിക്കുന്ന ഖുർആനിക വചനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ആദ്യമായി നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി സൂറത്ത് ആലു ഇമ്രാനിന്റെ 31-ാമത്തെ വാക്യം നമുക്ക് ഇങ്ങനെ കാണാം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്നെ ഇത്തിബാഅ് ചെയ്യുക. അങ്ങനെ ഇത്തിബാഅ് ചെയ്താൽ എന്താണ് ഉണ്ടാകുന്ന റിസൾട്ട്? യുഹ്ബിബുകുമുല്ലാഹ്, അപ്പോൾ അള്ളാഹു നിങ്ങളെ ഇഷ്ടം വെക്കും. അഥവാ ഇവിടെ പ്രവാചകനെ പിൻപറ്റുക എന്ന് പറയുന്നു, അതിന്റെ റിസൾട്ട് എന്താണെന്ന് പറയുന്നു. ഇത് മറിച്ചു പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിക്കുവാനുള്ള, പ്രീതി ആർജിക്കുവാനുള്ള ഒരു ക്രൈറ്റീരിയയാണ് പ്രവാചകനെ പിൻപറ്റുക, പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുക എന്നുള്ളത്. ഇത് അള്ളാഹു പറയുന്നതാണ്. അള്ളാഹുവിന്റെ പ്രീതി ആർജിക്കുവാനുള്ള ഒരു ക്രൈറ്റീരിയ. വീണ്ടും തുടർന്ന് പറയുന്നു, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്, പുറത്തു തരുന്നതാണ്. അപ്പോൾ ഇതിന്റെ വിപരീതമാണ് ചെയ്യുന്നതെങ്കിലോ, ഈ പ്രവാചകനെ പിൻപറ്റുന്നില്ല, പ്രവാചകനെ ഫോളോ ചെയ്യാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അതിനെ ധിക്കരിക്കുകയാണെങ്കിലോ അള്ളാഹുവിന്റെ പ്രീതി നിങ്ങൾക്ക് നഷ്ടമാകുകയും അള്ളാഹുവിന്റെ ഇരയാകുകയും തദ്വാര പാപം പുറത്തു തരുമെന്ന് പറഞ്ഞതിന് വിപരീതമായി നിങ്ങൾ പാപപങ്കിലമായ ജീവിതത്തിൽ അധിഷ്ഠിതമായി തീരുകയും ചെയ്യും എന്നതിന്റെ മറ്റൊരു വായന നമുക്ക് അവിടെ കണ്ടെത്താവുന്നതാണ്. ഇനി രണ്ടാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു അത്വീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കേവലം പറയുകയല്ല, അല്ലയോ സത്യവിശ്വാസികളെ. സത്യവിശ്വാസികളെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ്, അത്വീഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക, വഅത്വീഉർ റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവിന്റെ ദൂതനും നിങ്ങൾ വഴിപ്പെടുക, വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഉലുൽ അംറിനും കൈകാര്യകർത്താക്കൾക്കും നിങ്ങൾ വഴിപ്പെടുക. ഇവിടെ ഈ വാക്യത്തിന്റെ തുടക്കത്തിൽ തന്നെ നോക്കുക, സത്യവിശ്വാസികളെ ഒന്നാകെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന് വഴിപ്പെടുക. അള്ളാഹുവിന് വഴിപ്പെടുക എന്ന് എങ്ങനെയാണോ പറഞ്ഞത്, അത്വീഉല്ലാഹ, അള്ളാഹുവിന് വഴിപ്പെടുക എന്ന് പറഞ്ഞത് എങ്ങനെയാണോ അതേ രൂപം തന്നെ ആവർത്തിച്ചുകൊണ്ടാണ് വഅത്വീഉർ റസൂൽ, റസൂലിനും വഴിപ്പെടുക, റസൂലിനെ അനുസരിക്കുക എന്ന് പറയുന്നത്. ഇവിടെ അത്വീഉല്ലാഹ വറസൂല വഉലിൽ അംരി മിൻകും,
എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഉലിൽ അംറ് മിൻകും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ അതേ ശൈലിയിൽ. അതായത് അവിടുത്തെ ക്രിയ സകർമ്മക ക്രിയയാകുന്ന അത്വീഉ എന്നുള്ളതിനെ റിപ്പീറ്റ് ചെയ്യാതെ കേവലം ആ കർമ്മം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അള്ളാഹുവിന് വഴിപ്പെടാൻ പറഞ്ഞത് എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെ ഒരു ക്ലോസും ഒരു കണ്ടീഷനും ഒരു ഷർത്തും അവിടെ വെക്കാതെ തന്നെ അത്വീഉർ റസൂൽ എന്ന് പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കുക. ഇവിടെ ഉലിൽ അംറ എന്ന് പറഞ്ഞെടുത്ത് ഈ ക്രിയ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ആലോചിച്ച് നോക്കുക, വ ഉലിൽ അംറ എന്നാണ് പറഞ്ഞത്. ഇനി എന്തെങ്കിലും തർക്കവിതർക്കങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായാൽ അതിന് പരിഹാരം വീണ്ടും അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും അത് മടക്കുക. അതിന്റെ ആത്യന്തികമായ സോഴ്സുകൾ നിങ്ങളുടെ തീരുമാനത്തിന് ഉണ്ടാകേണ്ടത് അള്ളാഹുവും റസൂലുമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ വ്യക്തികൾക്ക് മാത്രമുള്ളതാണോ? അങ്ങനെയാണെന്ന് വന്നാൽ പിന്നെ പ്രവാചകന്റെയും ഖുർആനിന്റെയും സാർവകാലികതക്കും സാർവജനീനതക്കും എന്താണ് പ്രസക്തി എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു കാലക്കാർക്ക് മാത്രമാണ് ഈ അനുസരണം എന്ന് വരുമ്പോൾ അത് ഖുർആനിന് തന്നെ വിരുദ്ധമാവും. എന്താണ് ഖുർആൻ? ഖുർആൻ സൂറത്ത് സബയിൽ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ്. നാം പ്രവാചകനെ അയച്ചിരിക്കുന്നത് മുഴുജനതയ്ക്കും വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സർവജനീനതയെ ഉൾക്കൊള്ളുന്ന പ്രവാചകത്വം. അപ്പോൾ ഈ പ്രവാചകനെ അനുസരിക്കാൻ പറഞ്ഞാലോ അത് സർവജനങ്ങൾക്കും ബാധ്യതയുള്ള കാര്യമാണ്. ഇനി അതുപോലെ സൂറത്ത് അഅറാഫിലേക്ക് വരിക. ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. താങ്കൾ പറയുക, പ്രഖ്യാപിക്കുക, അയ്യുഹന്നാസ്, അല്ലയോ മഹാജനങ്ങളെ, ഞാൻ നിങ്ങളിലേക്ക് മുഴുവർക്കുമുള്ള പ്രവാചകനാണ്. അപ്പൊ ഈ പ്രവാചകത്വത്തിന്റെ സാർവകാലികതയെയും സാർവജനീനതയെയും ഖുർആൻ തന്നെ ഉദ്ഘോഷിക്കുമ്പോൾ ഈ അർത്ഥം അതിന് വിരുദ്ധമാകാൻ പാടില്ല, തീർച്ചയാണ്. അപ്പോൾ പ്രവാചകനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തേക്കോ ഏതെങ്കിലും വ്യക്തികളിലേക്കോ ചുരുക്കപ്പെടാവതല്ല, അത് സർവ കാലഘട്ടത്തിലേക്കും സർവ മുസ്ലിങ്ങൾക്കും ബാധകമാകുന്ന അനുസരണ പ്രക്രിയയെ കുറിച്ചാണ് ഇവിടെ ഖുർആൻ പറയുന്നത് എന്ന് സുവ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ ഇത്വാഅത്ത് ചെയ്യുക, അള്ളാഹുവിനെ ഇത്വാഅത്ത് ചെയ്യുക എന്ന് പറയുന്നതിനോട് ചേർത്ത് പറയുന്ന വാക്യങ്ങൾ ഇങ്ങനെ അനവധിയുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അതിലേക്ക് ഒരു സൂചന നൽകാം, വേഗം ഒന്ന് പറഞ്ഞു പോകാം. അതൊന്ന് സൂറത്തുൻ നിസാഇന്റെ 13-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ ഇങ്ങനെ കാണാം, വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി. അള്ളാഹുവിനും പ്രവാചകനും ദൂതനും ആരെങ്കിലും അനുസരിച്ചാൽ, അള്ളാഹുവിനെയും തന്റെ ദൂതനെയും ആരെങ്കിലും അനുസരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം, റിസൾട്ട് പറയുകയാണ്, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി. അവനെ സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അപ്പോൾ പ്രവാചകനെ അനുസരിക്കുക എന്ന് പറയുന്നതിന്റെ റിസൾട്ട് എന്താണെന്ന് അവിടെ പറയുകയാണ്. ഇതേ വാക്യം തന്നെ സൂറത്തുൽ ഫതഹിന്റെ 17-ാമത്തെ വാക്യത്തിലും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നതായി കാണാം. വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി. അവനെ ജന്നാത്തുൻ തജ്രിയിൽ പ്രവേശിപ്പിക്കുന്നതാണ്. സ്വർഗീയ ആരാമങ്ങൾ, അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമത്തിൽ അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. എപ്പോൾ? അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ചു കഴിഞ്ഞാൽ. ധിക്കരിക്കുന്നവർക്കല്ല, അത് പ്രമാണമല്ല, അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്ന നിഷേധികൾക്കല്ല ജന്നാത്തുൻ തജ്രി എന്ന് പറഞ്ഞത്. ഇനി വീണ്ടും സൂറത്തുൻ നിസാഇന്റെ 69-ാമത്തെ വാക്യം കാണുക. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖ. അള്ളാഹുവിനെയും പ്രവാചകനെയും ആരെങ്കിലും അനുസരിച്ചാൽ
ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹുവിന്റെ അനുഗ്രഹാശിസ്സുകൾക്ക് പാത്രീഭൂതരായ സച്ചരിതരായ ആളുകളോടൊപ്പമാണ് അങ്ങനെയുള്ള അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുന്ന ആളുകൾ. ആ സച്ചരിതർ ആരൊക്കെയാണ്? മിനൻ നബിയീൻ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ, വസ്സുദ്ദീഖീൻ, സുദ്ദീഖുകൾ, വശുഹദാ, രക്തസാക്ഷികൾ, വസ്വാലിഹീൻ, സച്ചരിതരായ മറ്റ് സത്യവിശ്വാസികൾ, വഹസുന ഉലൈക റഫീഖ. എത്ര നല്ല സൗഹൃദ ബന്ധങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അതിന്റെ റിസൾട്ട് എന്താണെന്നാണ് ഇവിടെയൊക്കെ ഖുർആൻ പറയുന്നത്. വീണ്ടും സൂറത്തു നൂറിന്റെ 52-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖിഹ് ഫഉലൈക ഹുമുൽ ഫായിസൂൻ. ആരാണ് വിജയികൾ? യഥാർത്ഥത്തിലുള്ള വിജയശ്രീലാളിതർ ആരാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരിടത്ത് പറയുന്നത്, വമൻ യുതിഇല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും ആരനുസരിക്കുന്നുവോ ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയശ്രീലാളിതർ. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്ത് അഹ്സാബിന്റെ 71-ാമത്തെ വാക്യം, യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ആരെങ്കിലും അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെടുകയും അനുസരിക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ ഫൗസൻ അളീമ, ആ വ്യക്തിയാണ് ഉന്നതമായ മഹത്തായ വിജയത്തിന് അധിപൻ, അവനാണ് വിജയം വരിച്ചവൻ. അപ്പോൾ ഇതിന്റെയൊക്കെ മറുവശം, ആരെങ്കിലും പ്രവാചകനെ അനുസരിക്കാതെ പ്രവാചകന്റെ കൽപ്പനകൾ ഫോളോ ചെയ്യാതെ അതിനെ ധിക്കരിച്ചാൽ അവൻ വമ്പിച്ച പരാജയത്തിലാണ്, അവൻ നരകത്തിലുമാണ്. ഇനി ഈ വിഷയത്തെ കുറിച്ച് മറ്റൊരു ആംഗിളിൽ ഇതേ ഇത്വാഅത്തിനെ കുറിച്ച് തന്നെ സൂറത്ത് നിസാഇന്റെ 80-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. വമൻ യുതിഇർ റസൂല ഫഖദ് അത്വഅ അല്ലാഹ്, ആരെങ്കിലും പ്രവാചകന് വഴിപ്പെട്ടാൽ അത് അള്ളാഹുവിന് തന്നെയാണ് അവൻ വഴിപ്പെട്ടത്, അനുസരിച്ചത്. എന്നിട്ട് പറയുകയാണ് വമൻ തവല്ല, ഇങ്ങനെ ആരെങ്കിലും പിന്തിരിഞ്ഞ് നടന്നാൽ ഫമാ അർസൽനാക അലൈഹിം ഹഫീള, നാം താങ്കളെ അവരുടെ സംരക്ഷകനായി, അയ്യോ അങ്ങനെ പോകല്ലേ, അനുസരിക്കൂ, ഈ സംഗതികൾ ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്തുകയും അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഹഫീളായി, സംരക്ഷകനായി നാം താങ്കളെ നിയോഗിച്ചിട്ടില്ല. അഥവാ അങ്ങനെ പിന്തിരിഞ്ഞു നടക്കുന്നവർക്ക് ഒരു സംരക്ഷണവും ഇല്ല എന്ന് ഈ വാക്യത്തിൽ പറയുന്നു. എന്നാൽ ഇങ്ങനെ സംരക്ഷണമില്ലാത്ത ആളുകളുടെ പരിണതി എങ്ങനെയാകും, അല്ലെങ്കിൽ അവരെ വിളിക്കപ്പെടാവുന്ന പേരെന്താണ് എന്ന് മറ്റൊരു വാക്യത്തിൽ പറയുന്നു. അത് സൂറത്ത് ആലു ഇമ്രാനിന്റെ 32-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ വായിക്കാം, ഖുൽ അത്വീഉല്ലാഹ വർ-റസൂൽ, അല്ലാഹുവിനെയും ദൂതനെയും അനുസരിക്കുക. എന്നിട്ട് തൊട്ട് മുൻപുള്ള വാക്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഫഇൻ തവല്ലൗ, അനുസരണ ഇല്ലാതെ ഇനി അവൻ പിന്തിരിഞ്ഞു പോകുകയാണ് എങ്കിൽ അടുത്ത വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്, ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, ഇത്തരത്തിലുള്ള കാഫിറുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കണം. അങ്ങനെ അനുസരിക്കാതെ ഫഇൻ തവല്ലൗ, എന്റെ വാക്കല്ല, ഇനി അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, ഇത്തരത്തിലുള്ള കാഫിറുകളെ, കാഫിറിന്റെ അർത്ഥമൊന്നും ഇനി പറയേണ്ടതില്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഇത് മതിയാവും. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇത്വാഅത്തിനെ കുറിച്ച്, അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല എന്ന് പറഞ്ഞ വിധത്തിലുള്ള എത്രയോ ആയത്തുകൾ, അനവധി നിരവധി വാക്യങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട് എന്നുള്ളതിന് ചില തെളിവുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ഇനി പ്രവാചകൻ എന്തൊന്ന് നിരോധിക്കുന്നുവോ, അല്ലെങ്കിൽ എന്തൊന്ന് നൽകുന്നുവോ, എന്തൊന്നിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആജ്ഞാപിക്കുന്നുവോ അതൊക്കെ സ്വീകരിക്കേണ്ടത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് പറയുന്ന വാക്യം സൂറത്തുൽ ഹശറിന്റെ 7-ാമത്തെ വാക്യം, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. പ്രവാചകൻ എന്താണോ നിങ്ങൾക്ക് നൽകുന്നത്, അതൊരു കൽപ്പനയാകട്ടെ, അതൊരു കർമ്മമാകട്ടെ, അതൊരു വസ്തുവാകട്ടെ,
എന്തു തന്നെയാണെങ്കിലും അത് നിങ്ങൾക്ക് സ്വീകരിക്കലും ഉൾക്കൊള്ളലും നിർബന്ധമാണ്. അതേസമയം അതിന്റെ മറുവശം വമാൻ നഹാക്കും അൻഹു, പ്രവാചകൻ ഏത് കാര്യത്തെ തൊട്ടാണ് നിങ്ങളെ തടയുന്നത്, പാടില്ല എന്ന് പറയുന്നത്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഫന്തഹു, അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കലും നിങ്ങൾക്ക് ബാധ്യതയാണ്. സൂറത്തുൽ ഹശ്ർ 7-ാമത്തെ വാക്യം. ഇനി ഒന്നുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ഖുർആനിൽ നിന്നുള്ള തെളിവുകളാണ് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി സത്യവിശ്വാസി ആകണമെങ്കിൽ നമുക്കിടയിൽ ഭിന്നതയുള്ള കാര്യങ്ങളിൽ അള്ളാഹുവും പ്രവാചകനും എന്ത് പറഞ്ഞു എന്ന് അന്വേഷിക്കുകയും അങ്ങനെ പ്രവാചകന്റെ വിധി കണ്ടെത്തുകയും ചെയ്തു ആ വിഷയത്തിൽ. എന്നിട്ടോ ആ വിധി പൂർണ്ണ വിധേയത്വത്തോടെയും പൂർണ്ണ മനസ്സാലയും യാതൊരു അലോസരവുമില്ലാതെ സ്വീകരിക്കുകയും ചെയ്യണം. അങ്ങനെ സ്വീകരിക്കാത്തവൻ, പ്രവാചകന്റെ വിധി സ്വീകരിക്കാത്തവൻ, ഹുക്കുമ് സ്വീകരിക്കാത്തവൻ സത്യവിശ്വാസി ആകുകയേയില്ല. അള്ളാഹുവാണ് സത്യം. അങ്ങനെ സ്വീകരിക്കാത്തവൻ സത്യവിശ്വാസി ആകുകയേയില്ല. ഇതെന്റെ വാക്കല്ല. സൂറത്തുൻ നിസായിലെ 65-ാമത്തെ വാക്യം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ولا وربك, നിന്റെ നാഥൻ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ സത്യവിശ്വാസി ആവുകയേ ഇല്ല. അള്ളാഹുവിന്റെ വാക്കാണ്. വലാ വറബ്ബിക്, നിന്റെ നാഥനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ സത്യവിശ്വാസി ആവുകയേ ഇല്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക, താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ. ഫീമാ ശജറ ബൈനഹും, സത്യവിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്ക വിതർക്കങ്ങൾക്കൊക്കെ പ്രവാചകന്റെ വിധികർത്തൃത്വം എന്തെന്ന് അന്വേഷിക്കുകയും എന്നിട്ടോ സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ, ആ പ്രവാചകന്റെ വിധി കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ ഒരു അസ്വാരസ്യവും ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകുന്നില്ല. മിമ്മാ ഖളൈത, പ്രവാചകന്റെ വിധിയിൽ ഒരു അസ്വാരസ്യമോ ഒരു അതൃപ്തിയോ ഉണ്ടാകാതെ അത് സ്വീകരിക്കുന്നു. വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായ വിധേയത്വത്തോടുകൂടി ആ പ്രവാചകന്റെ വിധിയെ അവർ സ്വീകരിക്കാത്തിടത്തോളം കാലം ലാ യുഅ്മിനൂൻ, അവർ സത്യവിശ്വാസി ആവുകയില്ല എന്ന് പറയുന്നത് നമ്മളാരെങ്കിലും ആണോ? അള്ളാഹുവാണ്. സൂറത്തുൻ നിസാഇന്റെ 65-ാമത്തെ വാക്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഹദീസ് ഞാൻ സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല പറയുന്നത്, ഇങ്ങനെയുള്ള ഹദീസുകൾക്കോ പ്രവാചകന്റെ സുന്നത്തിനോ ഒരു പ്രാമാണികത പോലും ഇല്ല എന്ന് പറയുന്ന ഇവരുടെ ഇരിപ്പിടം എവിടെയായിരിക്കും? ഇത്തരത്തിലുള്ള നിഷേധികളുടെ നാം കൃത്യമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇനി വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹുവും റസൂലും ഒരു സംഗതി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് സത്യവിശ്വാസിക്ക് ആ വിഷയത്തിൽ ഒരു സ്വതന്ത്രമായ നിലപാടോ തീരുമാനമോ ഉണ്ടാകാവതല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രവാചകന്റേതായിട്ടുള്ള ഒരു വിധി ഒരു വിഷയത്തിൽ ഉണ്ട് എന്ന് നാം അറിഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ പിന്നീട് നമുക്ക് സ്വതന്ത്രമായ ഒരു നിലപാടുണ്ടാകാവതല്ല. അതെവിടെയാ പറഞ്ഞത്? സൂറത്തു അൽ അഹ്സാബിന്റെ 36-ാമത്തെ വാക്യം. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. ഒരു സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവോ അല്ലാഹുവിന്റെ ദൂതനോ ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അക്കാര്യത്തിൽ പിന്നീട് ഒരു സ്വതന്ത്രമായ നിലപാടുണ്ടാകാവുന്നതേ അല്ല. ഇങ്ങനെ അള്ളാഹു കൃത്യമായി പറയുമ്പോൾ ഇല്ല, എനിക്കിതിനോട് യോജിപ്പില്ല, ഞാൻ ഈ സംഗതിയെ അംഗീകരിക്കുന്നില്ല, എനിക്കത് വിശ്വാസ യോഗ്യമായിട്ട് കിട്ടുന്നില്ല, ഞാൻ ആ സംഗതിയുടെ പ്രാമാണികതയെ പോലും അംഗീകരിക്കുന്നില്ല, അങ്ങനെ ഒരു സംഗതി അംഗീകരിക്കേണ്ട ബാധ്യതയെ ഇസ്ലാമിക സമൂഹത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയാണ് അടുത്ത വാക്യത്തിൽ, വമൻ യഅസുല്ലാഹ വറസൂലഹു, ഇങ്ങനെ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും തീരുമാനം വന്നിരിക്കെ, വമൻ യഅസുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും പ്രവാചകനോടും
ധിക്കാരപൂർവമുള്ള നിലപാടുകൾ ഏതെങ്കിലും നിഷേധികൾ കൈക്കൊള്ളുന്നുവെങ്കിൽ ഈ നിഷേധികൾ അറിഞ്ഞുകൊള്ളുക, ഫഖദ് ضل ضلالا മുബീന, ഫഖദ് ضل ضلالا മുബീന. അത്തരത്തിലുള്ള നിഷേധികൾ കൃത്യമായും വഴിപിഴച്ച മഹാപിഴവിൽ എത്തിപ്പെട്ടിരിക്കുന്ന, കൃത്യവും വ്യക്തവുമായ പിഴച്ച മാർഗത്തിൽപ്പെട്ടിരിക്കുന്ന വ്യക്തികളാകുന്നു അവർ എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ സന്ദേഹരഹിതമായ പ്രഖ്യാപനമാണ് എന്ന് മനസ്സിലാക്കുക. ഫഖദ് ضل ضلالا മുബീന. വീണ്ടും ഇതേ ആശയം വരുന്ന മറ്റു വാക്യങ്ങൾ നമുക്ക് കാണാം. ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ വാക്ക് എന്തായിരിക്കണം? സത്യവിശ്വാസിയാണ് എന്ന് മേനി നടിച്ചത് കൊണ്ടായില്ല. സത്യവിശ്വാസികളുടെ വാക്ക് ഇങ്ങനെയായിരിക്കണം. എങ്ങനെ? ഇദാ ദുഉ ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും തന്റെ ദൂതനിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, തങ്ങൾക്കിടയിലുള്ള വിധി പറയുവാൻ അങ്ങനെ ക്ഷണിക്കപ്പെട്ടാൽ, അങ്ങനെ പ്രവാചകന്റെ വിധി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കണം അവരുടെ വാക്ക്? അൻ യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നതായിരിക്കണം അവരുടെ വാക്ക്. അതിന് വിപരീതം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോടും പ്രവാചകനോടും ധിക്കാരം പറയുന്നവർ വ്യക്തമായ പിഴവിലാണ്, പിഴച്ചു പോയിരിക്കുന്ന വർഗമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നു വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇങ്ങനെ പ്രവാചകന്റെ വിധികർത്തൃത്വത്തെ അംഗീകരിക്കുന്നവർ ആരൊക്കെയുണ്ടോ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയശ്രീലാളിതർ. എല്ലാവിധ വിജയങ്ങൾക്കും അർഹരായ വിശ്വാസികൾ അവരായിരിക്കും. ഇപ്പൊ എത്രയോ ആയത്തുകൾ നാം കേട്ടു കഴിഞ്ഞു. ഇത്രയും കൃത്യവും വ്യക്തവുമായി പ്രവാചകനെ അനുസരിക്കേണ്ടതിന്റെ നിർബന്ധം, അതിന്റെ വ്യക്തമായ തെളിവുകൾ, അതുപോലെ പ്രവാചകനെ ഫോളോ ചെയ്യേണ്ടതിന്റെ കാര്യങ്ങൾ, അതുപോലെ പ്രവാചകൻ ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ പ്രവാചകന്റെ വിധി അംഗീകരിക്കാത്തവർ മുസ്ലിം ആവുകയില്ല, സത്യവിശ്വാസിയാവുകയില്ല. ഇനി പ്രവാചകനോട് ധിക്കരിക്കുന്നവൻ അവൻ വ്യക്തമായ പിഴവിലാണ്, വലാലിലാണ്, വലാലും മുബീനാണ് എന്ന് തുടങ്ങിയുള്ള ഈ വാക്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി തൊട്ടുടനെ പറയാൻ പോകുന്ന വാക്യം നമുക്ക് കൂടുതൽ ഗ്രാഹ്യമാകും. അതെന്താണ്? ഇപ്പോൾ ഈ പറഞ്ഞ ഖുർആനിക വാക്യങ്ങളൊക്കെ മുമ്പിൽ വച്ചുകൊണ്ട് ചിന്തിക്കുക. സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ വാക്യം. ഇത്രയൊക്കെ പറഞ്ഞതിനും കേട്ടതിനും ശേഷം പ്രവാചകനോട് വിരുദ്ധം ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ് എങ്കിൽ അള്ളാഹു പറയുന്നു, ഇത്രയൊക്കെ കേട്ടതിന് ശേഷവും പ്രവാചകനോട് വിരുദ്ധ നിലപാടിലാണ് എങ്കിൽ ഫൽ യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, ഇങ്ങനെയുള്ള പ്രവാചകന്റെയും അള്ളാഹുവിന്റെയും കൽപ്പനകൾക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവർക്ക് വലിയ ഫിത്ന വരുന്നതിന് അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ നരകത്തിന്റെ ശിക്ഷ, ഭയാനകമായ ശിക്ഷ അവർക്ക് ഭവിക്കുന്നതിനെ അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. ഫൽ യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, ഇങ്ങനെ പ്രവാചകന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആളുകൾ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനിയും മനസ്സിലായിട്ടില്ല, പിന്നെ വീണ്ടും ധിക്കരിച്ചു നിൽക്കുകയാണ് എങ്കിൽ അള്ളാഹു ഖുർആനിൽ വീണ്ടും പറയുന്നുണ്ട്. സൂറത്തുൻ നിസാഇന്റെ 115-ാമത്തെ വാക്യം. അത് നമുക്ക് ഇങ്ങനെ കാണാം. وَمَنْ يُشَاقِقِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. വളരെ കൃത്യമാണ്. ഇപ്പറഞ്ഞ ഇത്രയും കൃത്യമായി കാര്യങ്ങൾ ഖുർആനിൽ വിശദീകരിച്ചിരിക്കെ, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിരിക്കെ, ഇതൊക്കെ കേട്ട് ഉൾക്കൊണ്ട ശേഷവും, ഇതൊക്കെ കേട്ട ശേഷവും വമൻ യുശാഖിഖിർ റസൂൽ,
എന്നിട്ടും ആരെങ്കിലും പ്രവാചകനോട് വിഘടിച്ചു നിൽക്കുകയാണ് എങ്കിൽ, വമൻ യുശാഖിഖിർ റസൂൽ, ദൂതനോട് വിഘടിച്ചു നിൽക്കുകയാണ് എങ്കിൽ, എപ്പോൾ? മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ, നേർമാർഗം എന്താണെന്ന് കൃത്യമായി വ്യക്തമായതിനു ശേഷം, സത്യം എന്താണെന്ന് സുവ്യക്തമായതിനു ശേഷം പ്രവാചകനോട് വിഘടിച്ചു നിൽക്കുന്നു. മാത്രവുമല്ല, അടുത്ത വാക്യം നാം പ്രത്യേകം ഊന്നൽ നൽകി ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവാചകനോട് വിഘടിച്ചു, എന്നിട്ടോ എന്താ ഖുർആൻ പറയുന്നത്? വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പാതയല്ലാത്ത മറ്റൊന്നിലൂടെ അവൻ സഞ്ചരിക്കുകയും ചെയ്തു. വളരെ കൃത്യമായി മനസ്സിലാക്കുക. 1500 വർഷമായിട്ട് മുഅ്മിനുകൾ, സത്യവിശ്വാസികൾ ഫോളോ ചെയ്തു വരുന്ന ഒരു പാതയുണ്ട്. പ്രവാചകന്റെ വാക്കുകൾ അംഗീകരിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ടുവരുന്ന ആ ഒരു പാത. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നു? ഇവൻ പ്രവാചകനോട് വിഘടിക്കുന്നു. എന്നിട്ടോ വയത്തബിഅ, അവൻ പിൻപറ്റുന്നത് ആരുടെ പാതയാണ്? ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മറ്റ് പാതയിലേക്ക് അവൻ വ്യതിചലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നടക്കുന്ന ആളുകൾ നുവല്ലിഹി മാ തവല്ല, അള്ളാഹു പറയാണ് നുവല്ലിഹി മാ തവല്ല, അവൻ ഏത് വഴിയെ പോകുന്നോ ആ വഴിയെ തന്നെ അവനെ നാം വഴി നടത്തും. പോയ വഴിയെ അവനെ അടിച്ചുകൊണ്ടിരിക്കും. അടിച്ച വഴിയെ പോയിട്ടില്ലെങ്കിൽ പോയ വഴിയെ അടിക്കും. അള്ളാഹു പറയുന്നതാണ് നുവല്ലിഹി മാ തവല്ല, അവൻ നടന്ന വഴിയെ അവനെ വിട്ടേക്കും. എന്നിട്ടോ തീർന്നിട്ടില്ല. ഇങ്ങനെ പ്രവാചകനോട് വിഘടിച്ചു നിൽക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഇത്തരം ഭ്രംശിത ചിന്തകളുള്ള ആളുകളെ കുറിച്ച് എന്നിട്ട് അള്ളാഹു പറയാണ് വനുസ്ലിഹി ജഹന്നം. അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു. വനുസ്ലിഹി ജഹന്നം, അവനെ നാം നരകത്തിൽ പ്രവേശിപ്പിക്കും, ജഹന്നമിൽ പ്രവേശിപ്പിക്കും. എന്നിട്ട് പറയാണ് വസാഅത് മസ്വീറ, വസാഅത് മസ്വീറ, അത് എത്ര ഹീനവും നിന്ദ്യവുമായ സങ്കേതമാണത്. ഇങ്ങനെ പ്രവാചകനോട് വിഘടിച്ച് സത്യവിശ്വാസികളുടേതല്ലാത്ത പാതയിലൂടെ സഞ്ചരിക്കുന്നവരുടെ സങ്കേതം എത്ര നിന്ദ്യവും ഹീനവുമാണ് എന്ന് അള്ളാഹു ഇവിടെ ചോദിക്കുകയാണ്. ഈ നിന്ദ്യവും ഹീനവുമായ സങ്കേതത്തെ കുറിച്ച് തന്നെ, ഇങ്ങനെ പ്രവാചകനോട് ധിക്കാരം പ്രവർത്തിക്കുന്ന ഈ സങ്കേതത്തെ കുറിച്ച് വേറെയും ആയത്തുകളിൽ ഖുർആനിൽ പരാമർശമുണ്ട്. അത് ഈ സൂറത്തിന്റെ തന്നെ 14-ാമത്തെ വാക്യമാണ്. അവിടെ പറയുകയാണ് വമൻ യഅസുല്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാരൻ ഖാലിദൻ ഫീഹാ. ഇങ്ങനെ അള്ളാഹുവിനോടും പ്രവാചകനോടും ധിക്കാരം പ്രവർത്തിക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തിലൂടെ ചരിക്കുകയും ചെയ്യുന്നവരെ യുദ്ഖിൽഹു നാരൻ ഖാലിദ. അർത്ഥം പറയേണ്ടതില്ല. ഇതേ ആശയം തന്നെ അല്പസ്വല്പം വ്യത്യാസപ്പെടുത്തി സൂറത്തിൽ ജിന്നിലും കാണാം. വമൻ യഅസുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും പ്രവാചകനോടും ധിക്കാരം പ്രവർത്തിച്ച് സത്യവിശ്വാസികളുടെ പാതയെ വിട്ടു സഞ്ചരിക്കുന്ന ഇത്തരത്തിലുള്ള ധിക്കാരികൾ ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ അബദ, അവർക്ക് നാറു ജഹന്നമാണുള്ളത്. ഖാലിദീന ഫീഹാ അബദ, അവർ അതിൽ ശാശ്വതവാസികളുമായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകൾ. ഇപ്പോൾ നമ്മൾ ഇത്രയും അധികം സമയം എടുത്തുകൊണ്ട് ഇപ്പറഞ്ഞ ആയത്തുകളൊക്കെ, എത്രയോ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് മാത്രം സുന്നത്തിന്റെ പ്രാമാണികതയെ, അല്ലെങ്കിൽ പ്രവാചകനെ അനുസരിക്കേണ്ടതിന്റെ, അല്ലെങ്കിൽ പ്രവാചകനെ ഫോളോ ചെയ്യേണ്ടതിന്റെ, അല്ലെങ്കിൽ പ്രവാചകന്റെ കൽപ്പനകൾ അംഗീകരിക്കേണ്ടതിന്റെ, അല്ലെങ്കിൽ പ്രവാചകന്റെ വിധി കണ്ടെത്തി കഴിഞ്ഞാൽ വിധേയത്വത്തോടെ പൂർണ്ണ മനസ്സോടെ അതിനെ അംഗീകരിക്കേണ്ടതിന്റെ, അല്ലെങ്കിൽ പ്രവാചകനോട് വിഘടിച്ചു നിൽക്കാതെ പ്രവാചകന്റെ മാർഗം എന്താണെന്ന് അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും സത്യവിശ്വാസികളുടെ മാർഗത്തിലൂടെ ചരിക്കുകയും ചെയ്യേണ്ടതിന്റെ ഒക്കെ ആവശ്യതകൾ ചൂണ്ടിക്കാണിക്കുന്ന വാക്യങ്ങൾ ഇത്രയൊക്കെ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ആളുകളൊക്കെ എന്താണ് പറയുന്നത് എന്ന് നമുക്കറിയുന്നു. ഇതൊന്നും നമുക്ക് അംഗീകരിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഹദീസിനെ കുറിച്ചാണ് അവരുടെ വർത്തമാനമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതല്ല, ഇതൊരു പ്രമാണമാണെന്നുള്ള കാര്യത്തെ പോലും നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് കേരളത്തിൽ ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ചേകനൂരികളായിരുന്നു. ചേകനൂരികൾ പറഞ്ഞത് എന്താണ്? ഇസ്ലാമിക സമൂഹത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളുടെയും നിദാനം ഈ ഹദീസുകളാണ്. ഈ ഹദീസുകൾ നാം തള്ളിക്കളഞ്ഞാൽ, അതിനൊരു പ്രാമാണികതയും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നവും തീരും, എല്ലാ പ്രശ്നവും തീരും എന്നാണ് ഈ നിഷ്കുകൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു വന്ന ഈ നിഷ്കുകൾ അങ്കുലി പരിമിതരാണ് എങ്കിൽ പോലും ഇന്ന് അവരുടെ അവസ്ഥ എന്താണ്? അവർ തന്നെ എത്രയോ വിഭാഗങ്ങളാണ്. ഇസ്ലാമിലെ ഭിന്നതയ്ക്ക് കാരണം ഹദീസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ പറയും നിസ്കാരത്തിൽ എവിടെയാണ് കൈ കെട്ടേണ്ടത്, പൊക്കിളിന് മേലെ കെട്ടണോ, പൊക്കിളിന് താഴെ കെട്ടണോ? ഇത്തരത്തിലുള്ള നിരർത്ഥകമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഹദീസാണ് പ്രശ്നം എന്നവർ പറഞ്ഞത്. എന്നിട്ട് ഇന്ന് അവർ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഈ പറഞ്ഞ നിസ്കാരം തന്നെ എത്ര റക്അത്താണ്, എത്ര വഖത്താണ് എന്നുള്ള കാര്യത്തിൽ ഒന്നും ഇന്ന് അവർക്കൊരു തീരുമാനമില്ലാതായി. അപ്പോൾ ഞാനിത് എന്തിനാ സൂചിപ്പിച്ചത്? ഇതേ വാദം തന്നെയാണ് നമ്മുടെ ഈ സർവമത സത്യവാദിയായ, ഇത് കേൾക്കുമ്പോൾ പറയും, അയ്യോ എന്നെ കുറിച്ച് അങ്ങനെ പറയല്ലേ, ഞാൻ സർവമത സത്യവാദിയല്ല, ഞാൻ സർവവേദ സത്യവാദിയാണ്. ഇരിക്കട്ടെ, സർവവേദ സത്യവാദി എങ്കിൽ സർവവേദ സത്യവാദി, നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം. ഈ സർവവേദ സത്യവാദി പറയും, ഇയാളും ഇതേ അഭിപ്രായം തന്നെയാണ് ഇപ്പൊ പറയുന്നത്, മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം ഹദീസാണ്, ആയതുകൊണ്ട് ഈ ഹദീസ് പ്രമാണമല്ല. ആദ്യമൊന്നും അങ്ങനെ പറഞ്ഞിരുന്നില്ല, ഇപ്പോൾ പുള്ളിക്ക് പുതിയ വഹിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഹദീസ് ഒന്നും പ്രമാണമല്ല, അതൊന്നും സ്വീകരിക്കാൻ കൊള്ളില്ല എന്നാണ് ഇപ്പോൾ ഒടുവിലായി ഈ വ്യക്തി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഖുർആൻ ആയത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തിയുടെ ഒക്കെ പരിണതി എന്തായിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഇനി അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വെറുതെ പറഞ്ഞു പോയാൽ പോരല്ലോ, ഈ വ്യക്തി എന്താണ് പറഞ്ഞത് എന്നുള്ളതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് കേട്ട ശേഷം നമുക്ക് ഇൻഷാ അള്ളാഹ് തിരിച്ചു വരാം. അങ്ങനെ ഇപ്പോഴും ആ ഒരു പ്രസ്താവന ശരിയല്ലേ? നിങ്ങൾ ഹദീസ് പഠിപ്പിക്കരുതെന്നുള്ള ഇപ്പോഴും പറയണ്ട അങ്ങനെയാണെങ്കിൽ? അതെ, ഹദീസുകൾ ഒരു പ്രമാണം എന്ന നിലക്ക് പഠിപ്പിക്കരുത് എന്നുള്ളത് ഇന്നും പ്രസക്തം തന്നെയാണ്. ഒരു പ്രമാണം എന്ന നിലയ്ക്ക് ഹദീസുകൾ പഠിപ്പിക്കാനേ പാടില്ല. ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നവും അത് തന്നെയാണ്. പ്രമാണം എന്ന നിലക്ക് ഖുർആൻ, അത് കഴിഞ്ഞാൽ ഹദീസ്, ഇങ്ങനെ പ്രമാണം എന്ന നിലക്ക് ഒരു ക്രമം ഉണ്ടാക്കി വെക്കുകയും അത് ഹദീസ് പ്രമാണമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ ഈ വൃത്തികേടുകളൊക്കെ ന്യായീകരിക്കേണ്ടി വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ഇന്നും പ്രസക്തമാണ്. പക്ഷേ പ്രമാണം എന്ന നിലക്ക് നമ്മൾ പഠിപ്പിച്ചാൽ പെടുന്ന പാടാണ് ഇത് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോഴും ആ ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്, അത് കള്ളമാണ്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനിത് ഒന്നുകൂടെ പ്ലേ ചെയ്യാം, കേൾക്കുക. ഒരു പ്രസ്താവന ശരിയല്ലേ? നിങ്ങൾ ഹദീസ് പഠിപ്പിക്കരുതെന്നുള്ള ഇപ്പോഴും പറയണ്ട അങ്ങനെയാണെങ്കിൽ? അതെ, ഹദീസുകൾ ഒരു പ്രമാണം എന്ന നിലക്ക് പഠിപ്പിക്കരുത് എന്നുള്ളത് ഇന്നും പ്രസക്തം തന്നെയാണ്. ഒരു പ്രമാണം എന്ന നിലക്ക് ഹദീസുകൾ പഠിപ്പിക്കാനേ പാടില്ല. ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നവും അത് തന്നെയാണ്. പ്രമാണം എന്ന നിലക്ക് ഖുർആൻ, അത് കഴിഞ്ഞാൽ ഹദീസ്, ഇങ്ങനെ പ്രമാണം എന്ന നിലക്ക് ഒരു ക്രമം ഉണ്ടാക്കി വെക്കുകയും അത് ഹദീസ് പ്രമാണമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ ഈ വൃത്തികേടുകളൊക്കെ ന്യായീകരിക്കേണ്ടി വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ഇന്നും പ്രസക്തമാണ്. പക്ഷേ പ്രമാണം എന്ന നിലക്ക് നമ്മൾ പഠിപ്പിച്ചാൽ പെടുന്ന പാടാണ് ഇത് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിനെ പ്രമാണം എന്നുള്ള നിലക്ക് അംഗീകരിക്കരുത് എന്ന് മൗലവി ഈ മറുപടി പറയുമ്പോൾ ആ ചോദ്യകർത്താവ്, നിഷ്കളങ്കനായ ചോദ്യകർത്താവ്, ആശങ്കയോടുകൂടി അടുത്തൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ മുഴുവൻ സുന്നത്തിനെയും നമുക്ക് നിരാകരിക്കേണ്ടി വരില്ലേ, അല്ലെങ്കിൽ വരുമോ എന്ന ആശങ്ക നിറഞ്ഞ ഒരു ചോദ്യമാണ്. അതിന് മറുപടി ഈ മൗലവി അതിന്റെ കണ്ടിന്യൂഷൻ കേൾക്കുക. അങ്ങനെ ഇപ്പോഴും ആ ഒരു പ്രസ്താവന
പ്രമാണം എന്ന നിലവിലെ പ്രമാണം എന്ന നിലയ്ക്ക് ഒരു 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 ക്രമം ഉണ്ടാക്കി വെക്കുകയും ഇത് പ്രമാണമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ ഈ വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ഇന്നും പ്രസക്തമാണ്. പക്ഷേ ഞാൻ പെടുന്ന പാടാണ് ഇത് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമാണ് ചോദ്യം. സുന്നത്തിലെ പൂർണ്ണമായിട്ട് നിരാകരിക്കേണ്ടി വരും. സുന്നത്തിലെ പൂർണ്ണമായിട്ട് നിരാകരിക്കേണ്ടി വരും. അപ്പോ സുന്നത്ത് എന്ന് പറയുന്നതും ഹദീത്ത് എന്ന് പറയുന്നതും രണ്ടാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചത്തിൽ സുന്നത്ത് എന്ന് പറയുന്നത് ഒന്നാണ്. സുന്നത്ത് എന്ന് പറയുന്നത് സുന്നത്ത് സമം ഹദീത്ത് അല്ലെങ്കിൽ ഹദീത്ത് സമം സുന്നത്ത് എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഹദീസുകളെ നാം നിരൂപണ ബുദ്ധിയെ മാത്രമേ സ്വീകരിക്കാവൂ. സുന്നത്ത് എന്ന് പറയുന്നത് ഖുർആൻ തന്നെയാണ്. കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ ജീവിതം ഖുർആൻ ആയിരുന്നു. ഇപ്പോ സഹോദരന്മാർ കേട്ട് കാണും. അപ്പോൾ ഇത് പ്രമാണമല്ല എന്ന് പറയുമ്പോൾ സുന്നത്തിനെ പൂർണ്ണമായിട്ടും നിരാകരിക്കേണ്ടി വരില്ലേ എന്ന അദ്ദേഹത്തിന്റെ തന്നെ അനുയായി ആയിരിക്കും, എനിക്കറിയില്ല, ആശങ്കയോടെ ഉള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞു. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. എന്ന് ആലോചിച്ച് നോക്കുക. ഇത്ര വലിയ മണ്ടത്തരം വിളിച്ചു പറയാൻ യാതൊരു മടിയുമില്ലാതായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഒന്നാമത്തെ മണ്ടത്തരം. ആ വാക്യത്തിൽ തന്നെ ഇയാൾ പറയുന്ന രണ്ടാമത്തെ മണ്ടത്തരം സുന്നത്ത് ഖുർആനാണ് എന്ന് എന്താ തെളിവ്? ഇദ്ദേഹത്തിന്റെ തൊള്ള തന്നെ. എന്നിട്ട് സുന്നത്ത് ഖുർആനാണ് എന്നുള്ളതിന് തെളിവ് പറഞ്ഞതോ എന്താണ്? തെളിവ് പറഞ്ഞത് അദ്ദേഹം അത് ഖുർആനിലുള്ള ഒരു ആയത്താണല്ലോ. ഇദ്ദേഹത്തിന്റെ തെളിവ് ഖുർആൻ അല്ലാത്ത ഒന്നും തെളിവല്ല. എന്നിട്ട് തെളിവ് എന്താ പറഞ്ഞത് മൂപ്പര്? അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അതെന്താണ് തെളിവ് പറയുന്നത്? കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്നാണല്ലോ പറഞ്ഞതെന്ന്. എന്നാരാ പറഞ്ഞത്? അത് ഖുർആനുമല്ല, അത് പ്രവാചകന്റെ വാക്കുമല്ല. അത് പ്രവാചകന്റെ വാക്ക് പോലും ഹദീസ് പോലും പ്രമാണമല്ല എന്ന് പറയുന്ന മൗലവി എത്തിപ്പെട്ട ഒരു ദുര്യോഗം. എന്നിട്ട് തെളിവ് പറയുന്നതോ ഖുർആനുമല്ല പ്രവാചകന്റെ വാക്കുമല്ലാത്ത മറ്റൊന്നുകൊണ്ടാണ് പുള്ളിക്കാരന്റെ വാദത്തിനുള്ള തെളിവ്. ഇനി അത് ഒന്നുകൂടെ ഈ സംഗതി മനസ്സിൽ വച്ചുകൊണ്ട് ഈ വിഷയം കേൾക്കുക. എന്ന് പറയുന്നത് സുന്നത്ത് സമം ഹദീത്ത് അല്ലെങ്കിൽ ഹദീസ് സമം സുന്നത്ത് എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് ഹദീസുകളെ നാം നിരൂപണ ബുദ്ധിയെ മാത്രമേ സ്വീകരിക്കാവൂ. സുന്നത്ത് എന്ന് പറയുന്നത് ഖുർആൻ തന്നെയാണ്. കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ ജീവിതം ഖുർആൻ ആയിരുന്നു. ഞാനൊന്നിങ്ങ് തിരിച്ചു വരികയാണ്. ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളും മണ്ടത്തരങ്ങളുമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണ് പോലും. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോ സ്വന്തം വായിൽ തോന്നുന്നതും സ്വന്തം തോന്നുന്നതൊക്കെ വിളിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഇസ്ലാമിന്റെ പേരിലാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതിനേക്കാൾ രസം അതിന്റെ തെളിവ് ഉദ്ധരിച്ചതിലാണ്. ഈ പ്രവാചകന്റെ വാക്കുകൾ ഒന്നും തെളിവല്ല, പ്രമാണമല്ല എന്ന് പറയുന്ന വ്യക്തിക്ക് കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന ആയിഷയുടെ വാക്കാണ് തെളിവ്. ആലോചിച്ച് നോക്കുക എത്തിപ്പെടുന്ന വൈരുദ്ധ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അത് സമം ഇത് സമം മറ്റത് സമം മറിച്ചത് സമം എന്ന് പറഞ്ഞൊരു ഈക്വേഷൻ പറയുന്നുണ്ട്. ഇത് സത്യത്തിൽ ഇയാൾക്ക് ഒന്നുകിൽ സുന്നത്തിന്റെ വില മനസ്സിലായിട്ടില്ല, അതല്ലെങ്കിൽ മനസ്സിലായ ശേഷം ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പണിയെടുക്കുന്നതാണ്. ഈ സംഗതി ഞാൻ പറയുമ്പോൾ യുക്തിവാദികൾക്ക്, കേരളത്തിലെ നിരീശ്വരവാദികൾക്ക് സുന്നത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല. ഇനി അതല്ല മനസ്സിലായിട്ടുണ്ടെങ്കിലോ അപ്പോൾ ഇദ്ദേഹം ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന നിരീശ്വരവാദി പറയുന്നത് പോലെയുള്ള ഒരു വ്യക്തിയാണ്. ഇനി നിങ്ങൾ ഒരു ക്ലിപ്പ് കൂടെ കേൾക്കാൻ പോവുകയാണ്. ആ ക്ലിപ്പിൽ ഒരു നിരീശ്വരവാദി പറയുന്നത് പോലെയുള്ള വ്യക്തിയാണ്. ആ ക്ലിപ്പ് കൂടെ നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ ഇപ്പോൾ ചേകന്നൂർ മൗലവിയെയും ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയെയും എങ്ങനെ വിലയിരുത്തുന്നു? നോമ്പും 5 നേരം നിസ്കാരവും ഖുർആനിലില്ലെന്നും അതിനാൽ
ചേകന്നൂർ മൗലവിയെയും ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയെയും എങ്ങനെ വിലയിരുത്തുന്നു? നോമ്പും 5 നേരം നിസ്കാരവും നോമ്പും 5 നേരം നിസ്കാരവും ഖുർആനിലില്ലെന്ന് ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ച വിഷയമാണ്. മുഴുവൻ പ്രശ്നങ്ങളുടെയും നിദാനം ഹദീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചേകന്നൂരികൾ രംഗത്ത് വരികയും അങ്ങനെ അവർ ഖുർആനിലേക്ക് നോക്കുമ്പോൾ ഖുർആനിൽ നിന്ന് ഈ നമസ്കാരത്തിന്റെ രൂപം കൃത്യമായി കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ അവർക്കിടയിൽ തന്നെ തർക്കമുണ്ടാവുകയും അവർ തന്നെ ചെറിയ ഗ്രൂപ്പാണെങ്കിലും ഈ ചെറിയ ഗ്രൂപ്പുകൾ വീണ്ടും മൈക്രോ ലെവലിലേക്ക് വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിയുകയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുകയും ഒരു വിഭാഗം പറഞ്ഞു 2 വഖത്തെ നിസ്കാരമുള്ളൂ, മറ്റൊരു വിഭാഗം പറഞ്ഞു എല്ലാ വഖത്തെ നിസ്കാരങ്ങളിലും 2 റക്അത്തെ നിസ്കരിക്കേണ്ടതുള്ളൂ, മറ്റൊരു വിഭാഗം പറഞ്ഞു 3 വഖത്താണ് നിസ്കാരം, അതിന്റെ അകത്ത് എല്ലാത്തിലും 2 ഉള്ളൂ, മറ്റൊരു വിഭാഗം പറഞ്ഞു നിസ്കാരം തന്നെ ഇല്ല, നിസ്കാരം എന്ന് പറയുന്ന സംഗതി തന്നെ ഇല്ല. അതിൽ ഈ അവസാനത്തെ ഗ്രൂപ്പ് നിസ്കാരം തന്നെ സംഗതി തന്നെ ഇല്ല, നോമ്പില്ല, ഹജ്ജില്ല, പിന്നെ ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതൊന്നും ഇല്ല, ഇല്ല 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 എന്ന് പറയുന്ന ഒരു ഇല്ലപ്പാട്ടിലേക്ക് എത്തിച്ചേർന്ന ഒരു വിഭാഗവും ചേകന്നൂരികളിൽ ഉണ്ട്. ഇവിടെ ഈ ചോദ്യകർത്താവ് അത്തരം ഒരു വിഭാഗത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. നമുക്കിത് ബാക്കി കേൾക്കാം. ഖുർആനിലില്ല എന്നും അതിനാൽ അനിസ്ലാമികമാണെന്നുമാണ് അവർ പറയുന്നത്. ഓക്കെ, ഞാൻ മൗലവിയായിട്ട് നേരിട്ട് പരിചയമുള്ള ആളായിരുന്നു. അദ്ദേഹം പലതും എന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ തുറന്നു പറയുകയാണെങ്കിൽ മൗലവി ഒരു യുക്തിവാദി ആയിരുന്നു എന്ന് പറയും. അദ്ദേഹം ഈ ഇസ്ലാം മതം, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അനുയായികളൊന്നും അത് സമ്മതിക്കില്ല, എന്നാലും പറയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നേരിട്ട് ഒരു യുക്തിവാദി എന്നോ നിരീശ്വരൻ എന്നോ ഇസ്ലാമിക വിരുദ്ധൻ എന്ന് പറഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഈ ജനങ്ങളെ മെല്ലെ മെല്ലെ ശരിയാക്കിയെടുക്കും. അതിന് ഈ ഹദീസ്, പ്രത്യേകിച്ച് ഹദീസുമ്മലാണ് ഇന്നത്തെ ഇസ്ലാമിൻ്റെ ആചാരങ്ങളും എല്ലാം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഹദീസിനെ ആദ്യം പൊളിക്കുക. അദ്ദേഹം ശരിയോ ഈ കണ്ടില്ലേ, ഇസ്ലാമിന്റെ ഇബാദത്തുകളൊക്കെ നിലനിൽക്കുന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇസ്ലാമിനെ പൊളിക്കാൻ എന്ത് ചെയ്യണം? ഈ ഹദീസിനെ പൊളിച്ചാൽ മതി. ഇത് ആര് പറഞ്ഞു എന്നാ പറയുന്നത്? ചേകന്നൂർ മൗലവി. അപ്പൊ ഇത് നിരീശ്വരവാദികൾക്ക് മനസ്സിലായിട്ടുണ്ട്, നാസ്തികന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഇന്നത്തെ കഥാപാത്രമായ ഈ മൗലവിക്ക് മനസ്സിലായിട്ടില്ലേ എങ്കിൽ അദ്ദേഹം ഈ നൂറ്റാണ്ടിലൊന്നും ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇനി അദ്ദേഹത്തിന് മനസ്സിലായിട്ടാണ് ഈ കളി കളിക്കുന്നതെങ്കിലോ? ഈ വ്യക്തി, ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന വ്യക്തി ചേകന്നൂരിനെ എങ്ങനെയാണോ പറയുന്നത് ആ സ്ഥാനത്താണ് ഈ മൗലവി എന്ന് നമുക്ക് നിരീക്ഷിക്കേണ്ടി വരും. നമുക്കിത് പൂർത്തിയായി കേൾക്കാം. മൗലവി പറഞ്ഞത് ഹദീസിനെ ആദ്യം പൊളിക്കുക, ഇത് പൊള്ളത്തരാണ്. അപ്പൊ എന്തായി? ഇസ്ലാം ബിക്കം സീറോ. ഇസ്ലാം മൈനസ് ഹദീസ് ഇസ് സീറോ എന്നായിരുന്നു. നമുക്ക് എല്ലാം അങ്ങ് പോയിക്കൊള്ളു. എങ്ങനെയുണ്ട് പുള്ളിക്കാരന്റെ ഒരു ഈക്വേഷൻ? ആദ്യം പറഞ്ഞില്ലേ, സുന്നത്ത് സമം ഹദീസ്, ഹദീസ് സമം സുന്നത്ത് എന്ന് നിങ്ങൾ പറയരുതെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഈക്വേഷന്റെ അതിന്റെ മറുവശമാണിത്. ഇസ്ലാം മൈനസ് ഹദീസ് ഈസ് സീറോ എന്ന് ഈ സുന്നത്തിനെ ആദ്യമായി നിഷേധിച്ച വ്യക്തിക്ക് അറിയാം. ആ വ്യക്തി ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് അത് ചെയ്തത് എന്ന് ഈ വ്യക്തി പറയുന്നു. ഈ വ്യക്തിയാണെങ്കിലോ അയാളുമായി നല്ല ബന്ധം ഉണ്ടായിരുന്നു എന്നാ പറയുന്നു. കൂടെ കിടക്കുന്നവനാണല്ലോ രാപ്പനി അറിയൂ. അപ്പൊ നമ്മളൊക്കെ പുറത്തു നിൽക്കുന്ന ആൾക്ക് എന്തറിയാം? അപ്പോൾ ഇന്ന് ഈ മൗലവിയും പറയുന്നു സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണെന്നാണ് ഇപ്പൊ ഇയാൾ പറയുന്ന മറ്റൊരു വാദം. ഇത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അയാൾക്കെന്നല്ല, അയാളെ പോലെ 100 ആള് വന്നാലും സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണെന്ന് തെളിയിക്കാൻ ഒരാൾക്കും കഴിയില്ല. വെറുതെ തൊള്ള കൊണ്ട് പറഞ്ഞാൽ പോരല്ലോ. ഇങ്ങനെ പറയുന്ന അയാളുടെ ക്ലിപ്പുകളും അയാളുടെ വർത്തമാനങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള വാചാടോപങ്ങളാണ്. കേവലം പൊള്ളയായ അധര വ്യായാമങ്ങൾ മാത്രമാണ്.
ഇത് അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചും പ്രവാചകന്റെ സുന്നത്തിനെ കുറിച്ചുമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ എത്രത്തോളം അബദ്ധജടിലമായ ധാരണകൾ, എങ്ങനെ ഇതിനൊക്കെ ധൈര്യം വരുന്നു എന്നാണ് നാം ആലോചിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചില ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇവരുടെയൊക്കെ അവസ്ഥ എന്ന് നാം ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ വിഷയം സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. മറ്റൊരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചോദ്യത്തിനുള്ള സമയം തരാണ്. ഏകദേശം 1 മണിക്കൂറോളം ഇപ്പൊ തന്നെ ആകുന്നു. ഇത് എല്ലാ ദിവസവും ഇത്ര സമയമായി പോകുന്നുണ്ടല്ലോ. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ മറ്റൊരു പോയിന്റ് കൂടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഖുർആനിലുള്ള ആയത്തുകളാണ് പറഞ്ഞത്. ഇനി ഖുർആൻ വഹിയാണ്. വഹിയ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ കാണുന്ന ഇത് മാത്രമാണ് എന്ന് നമ്മൾ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. വഹിയ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അല്ലാത്ത, അല്ലെങ്കിൽ ഖുർആൻ അല്ലാത്ത വഹിയുമുണ്ട്, അല്ലെങ്കിൽ ഖുർആനിൽ കാണാത്ത കാര്യങ്ങളും വഹിയുണ്ട്. ഇത് പറയുമ്പോ ഈ സുന്നത്ത് നിഷേധികൾ ചാടി വീഴും, അങ്ങനെ വഹിയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ നിവൃത്തികേടിന്റെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു സുന്നത്ത് നിഷേധി ഗ്രൂപ്പ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് അംഗീകരിക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ് ഇതിന്റെ അവസാനത്തിൽ. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ. ഖുർആൻ അല്ലാത്ത വഹിയുമുണ്ട്. അതിനൊരൊറ്റ ഉദാഹരണം വളരെ സിമ്പിളായി വളരെ ബ്രീഫായി ഇനി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ വാക്യം നമുക്ക് ഇങ്ങനെ കാണാം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസു മാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റ. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, അതേ പ്രവാചക താങ്കളുടെ വദനം വിണ്ണിലേക്കാക്കിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് വഹിയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് നാം കാണുന്നു. അള്ളാഹു പറയാണ് ഖദ് നറാ, അത് നാം കാണുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ് ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ, താങ്കൾ തൃപ്തിപ്പെടുന്ന ആ ഖിബ്ലയുണ്ടല്ലോ, അങ്ങോട്ട് താങ്കളുടെ ദൃഷ്ടി അല്ലെങ്കിൽ താങ്കളെ നാം തിരിക്കുന്നതാണ്. ആയതിനാൽ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ഇപ്പോൾ ഇനി മുതൽ താങ്കൾ മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇവിടെ എവിടെയാണ് ഖുർആൻ അല്ലാത്ത വഹിയ്? ആദ്യമേ തന്നെ പറയാണ് ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമ, ആകാശത്തേക്ക് വഹീനു വേണ്ടി കാത്തിരിക്കുകയാണ് പ്രവാചകൻ. എന്തിനു വേണ്ടിയിട്ട്? അത് മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് പ്രവാചകൻ ഇഷ്ടപ്പെട്ട ഖിബ്ല മസ്ജിദുൽ ഹറമായിരുന്നു. അപ്പൊ മസ്ജിദുൽ ഹറമിലേക്ക് തിരിയുവാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന വരുവാനായിട്ടാണ് പ്രവാചകൻ ആകാശത്തേക്ക് അള്ളാഹുവിന്റെ വഹീന് വേണ്ടി കാത്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ഖുർആൻ പറയുകയാണ്. ഫല നുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ, അപ്പോൾ താങ്കളെ നാം താങ്കൾ ഇഷ്ടപ്പെടുന്ന ഖിബ്ലയിലേക്ക് തിരിക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകന് വീണ്ടും ഞാൻ മ്യൂട്ട് ചെയ്യുന്നു, പിന്നെ വീണ്ടും അൺമ്യൂട്ട് ആക്കുന്നുണ്ടല്ലോ ആരോഗ്യോ പ്ലീസ്. 10 മാസം ഇവിടെ ഈ ആയത്തിൽ കൃത്യമായി പറയുന്നുണ്ട് പ്രവാചകന് ഇഷ്ടപ്പെട്ട ഖിബ്ല ഏതാണ്? അത് മസ്ജിദുൽ ഹറമാണ്. അപ്പോൾ മുമ്പുണ്ടായിരുന്നതോ? അങ്ങോട്ട് ആരാണ് പറഞ്ഞത്? ഇത് പ്രവാചകൻ സ്വയം തിരിഞ്ഞതാണോ മസ്ജിദുൽ അഖ്സയിലേക്ക്? അങ്ങനെ മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവാചകൻ സ്വയം തിരിഞ്ഞതാണെങ്കിൽ ഈ മസ്ജിദുൽ ഹറം പ്രവാചകന് ഇഷ്ടപ്പെട്ടതായിരിക്കെ. അള്ളാഹു പറയാണ് ഖിബ്ലതൻ തർലാഹ എന്ന്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടതായിരിക്കെ ഇങ്ങോട്ട് സ്വയം തിരിയാമല്ലോ. പക്ഷെ അങ്ങനെ സ്വയം തിരിയുന്നില്ല, അള്ളാഹുവിന്റെ വഹീന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിയാൻ പറഞ്ഞ വഹി എവിടെയാണ്? മസ്ജിദുൽ അഖ്സയായിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്ന ഖിബ്ല. ആ ഖിബ്ലയിലേക്ക് തിരിയാൻ വേണ്ടി ആജ്ഞാപിച്ച ആ കൽപ്പന ഖുർആനിൽ എവിടെയാണ്? അത് ഖുർആനിൽ കാണാൻ കഴിയില്ല. അത് വഹയ്യ് മുഖാന്തരമായിരുന്നു. ഇനി ഇതേ സംഭവം തന്നെ ഇതേ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. ഈ സംഭവമൊക്കെ നടന്ന ശേഷം
ഈ വിഷയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് ജഅൽനൽ ഖിബ്ലത്തല്ലതി കുന്ത അലൈഹ, ഈ പാസ്റ്റ് സംഭവത്തെ കുറിച്ച് പറയാണ്. താങ്കൾ ആയിരുന്ന ഈ ഖിബ്ലയെ നാം അങ്ങനെ നിശ്ചയിച്ചത് ലിനഅലമ, നാം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. മൻ യത്തബിഉർ റസൂൽ, പ്രവാചകനെ ആരാണ് പിൻപറ്റുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണ് പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മിമ്മ യൻഖലിബു അലാ അഖിബൈഹി, പിന്തിരിഞ്ഞു പോകുന്ന ഈ നിഷേധികളിൽ നിന്നും പ്രവാചകനെ പിൻപറ്റുന്നവർ ആരാണെന്ന് തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ്. കാരണം അപ്പൊ അന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു, എവിടെയാണ് ഖുർആനിലൊന്നും ഇല്ലാത്ത സംഗതി എന്തിനാണ് നിങ്ങൾ പറയുന്നത്, അതിന് എവിടെയാണ് തെളിവ്? കേട്ടില്ല, ഇങ്ങനെ പ്രവാചകനെ പിൻപറ്റുന്നത് ആരാണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് എന്നുകൂടി ഇത് സംബന്ധമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ഏറ്റവും അവതരിച്ച ഖുർആൻ സൂക്തം ഏതാണ്? എല്ലാവർക്കും അറിയാം, യാതൊരു സംശയവും ഇല്ല, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖാണ്. എന്നാൽ അത് ഒന്നാമത്തെ സൂക്തമായില്ല. ഒന്നാമത്തെ സൂക്തം ഫാത്തിഹയാണ്. അപ്പൊ അത് ഏറ്റവും അവസാനത്തെ ജുസുയിലാണ് വച്ചത്. അതെന്തുകൊണ്ടാണ്? അത് എവിടെയാണ് അങ്ങനെ വെക്കാൻ വേണ്ടി പറഞ്ഞത്? ആ നിർദ്ദേശം എവിടെയാണ് ഉള്ളത്? അത് ഖുർആനിലുണ്ടോ? അപ്പൊ ആ നിർദ്ദേശം എവിടെയാണ്? അതാണ് ഖുർആൻ അല്ലാത്ത വഹിയുണ്ട്, അഥവാ സുന്നത്ത് ഇങ്ങനെ ഖുർആൻ അല്ലാത്ത വഹിയിൽപ്പെട്ടതാണ്. അപ്പോൾ തെറ്റിദ്ധരിക്കരുത്, എല്ലാ സുന്നത്തും ഇങ്ങനെ വഹിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. സുന്നത്തിൽ വഹി ആയതുമുണ്ട്, അതുപോലെ പ്രവാചകന്റെ ഇജ്തിഹാദ് ചെയ്തതും ഉണ്ട്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സുന്നത്തിനെ കുറിച്ച് ഒരൊറ്റ ഹദീസ് കൂടെ ഈ വാക്യം പറയുന്ന ഒരു സംഗതി പറയാം. പ്രവാചകന്റെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു 3 ആളുകൾ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 3 ആളുകൾ ഒന്ന് ചോദിച്ചു, പ്രവാചകന്റെ നിസ്കാരം എങ്ങനെയാണ്? പ്രവാചകൻ ശരിക്കും നമസ്കരിക്കും രാത്രിയൊക്കെ. ഓക്കെ. പ്രവാചകന്റെ നോമ്പ് എങ്ങനെയാണോ? പ്രവാചകൻ നന്നായിട്ട് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട് വ്യത്യസ്ത ദിവസങ്ങളിൽ. ഓക്കെ. ഇങ്ങനെയൊക്കെ ചോദിച്ച ഈ 3 ആളുകൾ പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ പറയാൻ തുടങ്ങി, ഞാൻ രാത്രി മൊത്തം നിസ്കരിക്കും. അപ്പൊ അടുത്ത ആള് പറഞ്ഞു, ഞാൻ കാലം മൊത്തം നോമ്പ് അനുഷ്ഠിക്കും, എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കും. അടുത്ത ആള് പറഞ്ഞത് എന്താണ്? ഞാൻ ബ്രഹ്മചര്യം പാലിക്കും, ഞാൻ വിവാഹമേ കഴിക്കില്ല. ഇത് കേട്ട പ്രവാചകൻ എന്താ പറഞ്ഞത്? ഈ ആളുകളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇവരുടെയൊക്കെ കഥ എന്താണ്? എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. ഫമൻ റഗിബ അൻ സുന്നതി, എന്റെ സുന്നത്ത് ആരെങ്കിലും ത്യജിച്ചാൽ, എന്റെ സുന്നത്ത് ആരെങ്കിലും ത്യജിച്ചാൽ ഫലൈസ മിന്നി, അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. അപ്പൊ പ്രവാചകന്റെ സുന്നത്ത് നിഷേധിച്ചു കഴിഞ്ഞാൽ ആ സുന്നത്ത് ത്യജിച്ചുകൊണ്ട് ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. ഇനി എന്നിങ്ങനെ പറയുമ്പോൾ ഒരുപാട് ഖുർആൻ ആയത്തുകൾ നരകത്തിലാണ്, നുസ്ലിഹി ജഹന്നം എന്നൊക്കെ പറയുന്നത് കാണിച്ചു. ഇനി ഇത് സംബന്ധമായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഫത്വ ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ വളരെ പൂർവികനായിട്ടുള്ള ഒരു പണ്ഡിതൻ ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു സംഗതി, അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൗദി അറേബ്യയിലെ സാലിഹ് മുനജ്ജിദ്, മുഹമ്മദ് സാലിഹ് അൽ മുനജ്ജിദ്, അദ്ദേഹത്തിന്റെ സൈറ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് സന്ദർശിച്ചാൽ കാണാവുന്ന 2 സംഗതികളുടെ മാത്രം സ്ക്രീൻഷോട്ട് ഇവിടെ കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഇതാണ്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, قال ابن حزم رحمه الله ولو ان امرا قال لا ناخذ الا ما وجدنا في القران لكان كافرا باجماع الامه. ഖുർആനിലുള്ളത് മാത്രമേ ഞങ്ങൾക്ക് പ്രമാണമായി ഉള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ലകാന കാഫിറൻ ബിഇജ്മാഇൽ ഉമ്മ, ഉമ്മത്തിന്റെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം അനുസരിച്ച് അവൻ കാഫിറാണ്. വലകാന ലാ യൽസമു ഇല്ലാ റക്അതൻ മാ ബൈന ദുലൂകി ശംസ് ഇലാ ഗസഖിൽ ലൈൽ, സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെന്നുന്നത് മുതൽ രാത്രി വരെ, അപ്പോൾ അവന് ഒറ്റ റക്അത്ത് മാത്രമേ നിസ്കരിക്കാൻ ബാധ്യത ഉണ്ടാവുകയുള്ളൂ. വ ഉഖ്റ ഇൻദൽ ഫജ്ർ, മറ്റൊരു റക്അത്ത് ഫജ്റിലും. ലിഅന്ന ദാലിക ഹുവ അഖല്ലു മാ യഖഉ അലൈഹി ഇസ്മു സലാ, സ്വല എന്ന നാമം ബാധ്യതയാകുന്ന, സ്വല എന്ന നിയമം സംഭവിക്കുന്ന ഒരേ ഒരു രീതി അത് മാത്രമാണ്. വലാ ഹദ്ദ ലിൽ അക്സർ ഫീ ദാലിക്, അതിനേക്കാൾ അധികരിച്ച് ചെയ്യുന്നതിന് യാതൊരു പരിധിയും ഇല്ലതാനും. വഖായിലു ഹാദാ കാഫിറുൻ മുശ്രികുൻ,
ഇങ്ങനെ പറയുന്നവൻ കാഫിറും മുശ്രിക്കുമാണ്. ഇത് ആരാ പറഞ്ഞത്? ഏതെങ്കിലും യാഥാസ്ഥിതിക പണ്ഡിതനൊന്നുമല്ല. ഇബ്നു ഹസം അൽ ഇഹ്കാം ഫി ഉസൂലിൽ അഹ്കാം 2ാം വാള്യം 80ാമത്തെ പേജിൽ. ആരാണ് ഞാൻ ഇദ്ദേഹം യാഥാസ്ഥിതിക പണ്ഡിതനൊന്നും അല്ല എന്ന് പറയാനുള്ള കാരണം, മ്യൂസിക് ഒക്കെ വളരെ കൃത്യമായി ഹലാലാണ് എന്ന് അന്നേ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ഇബ്നു ഹസം. അതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു യാഥാസ്ഥിതിനൊന്നും അല്ല എന്ന് ഞാൻ ആഡ് ചെയ്ത് പറഞ്ഞത്. ഇനി അടുത്തത്, ഇത് ഞാൻ പറഞ്ഞ മുഹമ്മദ് സ്വാലിഹ് അൽ മുനജ്ജിദിന്റെ വെബ്സൈറ്റിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ സൈറ്റ് സന്ദർശിച്ചാൽ ആർക്കും കാണാവുന്നതാണ്. ദ റൂളിംഗ്, ഈ വിഷയത്തിലുള്ള ഹുക്കും concerning those who deny the importance of the sunnah is that they are kafirs. Those who deny the importance of the sunnah is that they are kafirs because they deny and reject a well-known and undeniable part of the religion. നിഷേധിക്കാനാവാത്ത സുവ്യക്തവും സുഗ്രാഹ്യവുമായ അടിസ്ഥാനമായ മൗലികമായ ഒന്നിനെയാണ് അവർ റിജക്റ്റ് ചെയ്യുന്നത്. ആയതിനാൽ that they are kafirs. ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇങ്ങനെ നിരവധി അഭിപ്രായങ്ങളുണ്ട്. ഇനി അതൊന്നും വലിച്ചുവാരി ഇവിടെ ഇട്ടിട്ട് സമയം കളയേണ്ടതില്ലല്ലോ. ഇനി എന്റെ വകയായിട്ട് പറയാനുള്ളത്, നമ്മളൊക്കെ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ ഈ വർത്തമാനത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ പറഞ്ഞത് സുന്നത്ത് നിഷേധികൾ അല്ലെങ്കിൽ ഹദീസ് റിജക്ടേഴ്സ് എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയുന്നത്. സത്യത്തിൽ they are not hadith rejectors, they are not sunnah rejectors, but in fact they are Quran rejectors. അല്ലേ? ഇവര് ഖുർആൻ നിഷേധികളാണ്. കാരണം ഇതുവരെ പറയപ്പെട്ട ഖുർആനിന്റെ വാക്യങ്ങളെ ഒക്കെ ഇവർ തള്ളുകയാണ്. ഏറ്റവും ആദ്യം തുടക്കത്തിൽ തന്നെ ആല് ഇമ്രാനിലെ വാക്യമാണ് നമ്മൾ ഉദ്ധരിച്ചത്. എന്താണ് ആ വാക്യം? ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക എന്നാ പറഞ്ഞത്. പ്രവാചകനെ പിൻപറ്റുക, ഫോളോ ചെയ്യുക, ഇത്തിബാ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രവാചകനെ ഒന്നും പിൻപറ്റില്ല, ഞങ്ങൾക്കത് പ്രമാണവുമല്ല എന്ന് പറഞ്ഞാൽ അവർ ഈ ഖുർആനെയാണ് നിഷേധിക്കുന്നത്. ഇങ്ങനെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട നിരവധി ഖുർആൻ വാക്യങ്ങളെയാണ് നിഷേധിക്കുന്നത്. സോ ഇൻ ടോട്ടോ they are not sunnah rejectors, they are not hadith rejectors, in fact they are Quran rejectors എന്ന് നമുക്ക് വിളിക്കേണ്ടി വരും. അവർ ഖുർആൻ നിഷേധികൾ മാത്രമാണ്, അതിനപ്പുറം ഒന്നുമല്ല. ആലോചിച്ച് നോക്കുക. സമയം 1 മണിക്കൂറിലധികമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയും നേരം ക്ഷമിച്ച് കാത്തിരുന്ന എല്ലാ സഹോദരങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ്. ഇനി ഇവിടെ ഒരുപാട് സംഗതികൾ പറയാതെ വിട്ടുപോയിട്ടുണ്ട്. ഹദീസുകൾ എഴുതി വെക്കാൻ പ്രവാചകൻ പറഞ്ഞിട്ടില്ല, പിന്നെ അത് അങ്ങനെയാണ്, ബുഖാരി ഇങ്ങനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, നിരവധി ആരോപണങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യം സഹോദരന്മാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി ഒരു 15 മിനിറ്റിൽ കൂടുതൽ നമുക്കിത് കൊണ്ടുപോകാൻ കഴിയില്ല, പല തടസ്സവും അതിനുണ്ട്. ആയതുകൊണ്ടാണ്. പിന്നെ ഒരു സംഗതി കൂടെ അഡീഷണൽ ആയിട്ട് പറയുകയാണ്. ഏതെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഹദീസിനെ കുറിച്ച് ചോദിക്കരുത്. അത് ചോദിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുന്നത് കൊണ്ടല്ല. ആ ക്ലാസ് നമ്മൾ അടുത്ത ആഴ്ചയിലാണ്. ഇന്നത്തെ ടൈറ്റിൽ തന്നെ സുന്നത്തിന്റെ പ്രാമാണികതയും വിമർശിക്കപ്പെടുന്ന ഹദീസും എന്നുള്ളതാണല്ലോ. അപ്പൊ ഈ ടൈറ്റിലിന്റെ 1ാമത്തെ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തത്. ആയതുകൊണ്ട് ഈ 1ാമത്തെ ഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യങ്ങൾ വരണം. ഏതെങ്കിലും ഇൻഡിവിജ്വൽ ഹദീസിനെ കുറിച്ചുള്ള ചർച്ചകൾ ഓരോ ഹദീസും എടുത്തുകൊണ്ട് അടുത്ത ആഴ്ച നമ്മൾ വിശദമായിട്ട് വിമർശിക്കപ്പെടുന്ന ഹദീസുകൾ, അതിൽ ഏറ്റവും വലിയ പ്രശ്നം ആളുകൾക്കൊക്കെ ആയിഷയുടെ വിവാഹമാണ്. അതുമുതൽ നമ്മൾ തുടങ്ങി വലിയ ആള് മുലകുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പാടി നടക്കുന്ന സംഗതികൾ തുടങ്ങി എല്ലാ സംഗതികളും നമ്മൾ 1 by 1 ഇവിടെ ചർച്ചയ്ക്ക് വെക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള തത്വവുമായി ബന്ധപ്പെട്ട, അതായത് അത് എഴുതി വെക്കരുതെന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അഷ്റഫ് സാഹിബ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇസ്മായിലാണ്. വലൈക്കും സലാം. ഓക്കെ. ഞാൻ എടുക്കുന്നതാണ് കയറിയത്.
പക്ഷെ എങ്കിലും കേട്ടത് വെച്ചൊന്ന് ചോദിക്കാണ്. ആഹാ. ഈ സൂറത്ത് നിസായിലെ 65-ാം സൂക്തവും അതാ ഫലാ റബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, അവസാനം നിങ്ങൾ ഉദ്ധരിച്ച കുല്ലൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി എന്ന് പറയുന്ന ഖുർആൻ ആയത്തും ഒക്കെ ഹദീസുകളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ സുന്നത്തിനെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഈ ഖുർആൻ പിന്നെ ക്രോഡീകരിച്ചതുപോലെ, അത് സമാഹരിച്ചതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇപ്പൊ അത് അംഗീകരിച്ചില്ലെങ്കിൽ കാഫിറാകും, പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, മുശ്രിക്കാകും എന്നൊക്കെയാണല്ലോ ഇപ്പൊ നമ്മൾ പറയണത്. അങ്ങനെയാണെങ്കിൽ അത്രയും പ്രാധാന്യമുള്ള ഒരാളെ ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ട് കളയാൻ മാത്രം ഗൗരവമുള്ള ഒരു സംഗതിയാണ് അതെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഖുർആൻ പോലെ തന്നെ അത് സമാഹരിക്കേണ്ടതല്ലേ? ഏറ്റവും ചുരുങ്ങിയത് ഖുലഫാഉർ റാഷിദുകളുടെ കാലത്തെങ്കിലും അത് സമാഹരിക്കേണ്ടതായിരുന്നല്ലോ. അതിനു പകരം നമ്മൾ മദ്ഹബിന്റെ ഇമാമുകളെ കുറിച്ച് പഠിക്കുമ്പോഴും മറ്റ് ഹദീസുകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഈ ഹദീസുകളൊക്കെ അങ്ങനെ സമാഹരിക്കപ്പെട്ടിട്ടുള്ള പലതും അറിയില്ല. സഹാബികൾക്ക് പോലും പലതും അറിയാത്ത അവസ്ഥാവിശേഷമുണ്ട്. കാരണം മക്കയിൽ വെച്ച് നബി പറഞ്ഞത് ഒരുപക്ഷെ മദീനയിലുള്ള ആളുകളൊന്നും കേട്ടിട്ടുണ്ടാവില്ല, മദീനയിൽ പറഞ്ഞ കാര്യങ്ങൾ മക്കയിൽ വെച്ച് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത് മുത്തവാത്തിറാണ്. അതുകൊണ്ട് എല്ലാവരും കേൾക്കാനും മാത്രമല്ല 6236 സൂക്തങ്ങളെ ഉള്ളുതാൻ. അപ്പോ അത് നമുക്ക് അങ്ങനെ ഒന്ന് വിലയിരുത്താൻ പറ്റൂലേ? ഇത് ഒന്നാമതായിട്ട് കേൾക്കാത്ത ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഹാബാക്കൾക്കിടയിലും എല്ലാ ഹദീസുകളും കേൾക്കാത്ത ആളുകൾ ഉണ്ടാവും, ആയത്തുകളും ചിലപ്പോൾ കേൾക്കാത്തവരുണ്ടാകും. ഒരു വ്യക്തി ഒരു സംഗതി കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നുള്ളത് സാഹിബ് അതെന്തായാലും തെറ്റല്ല. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇസ്ലാമിനെ കുറിച്ച് പോലും അറിയാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അത് തെറ്റല്ല. ഇസ്ലാം എന്ന ദീനിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ ഇല്ല. അത് വളരെ കൃത്യമാണ്. അപ്പൊ എന്നതുപോലെ ഇത് അറിയാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അതൊരു വിഷയമല്ല. ഒന്ന്. പിന്നെ രണ്ടാമത് ഇതിന്റെ സമാഹരണത്തെ കുറിച്ചാണ്. സമാഹരണത്തിന് പ്രവാചകൻ തന്നെ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഖുർആൻ തന്നെ ഇന്ന് നമ്മൾ ഈ കാണുന്ന വിധത്തിലുള്ള സമാഹരണം അന്ന് നടന്നിട്ടില്ല. പിന്നെ എന്താണ് സമാഹരണം? എങ്ങനെയാണ്? അത് ഓറൽ ട്രഡീഷൻ ആയിട്ടാണ് നടന്നിരിക്കുന്നത്. ഈ സംഗതികൾ കൈമാറ്റം ചെയ്യപ്പെട്ടത് ഓറൽ ട്രഡീഷൻ, വാമൊഴിയായിട്ടാണ്. അങ്ങനെയാണ് അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ എഴുതി വെക്കപ്പെട്ട ഫ്രാഗ്മെന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി അവർ മുന്നോട്ട് വന്നത്. അപ്പോൾ ഇതുപോലെ ഹദീസുകളും പ്രവാചകന്റെ കാലഘട്ടം മുതൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവർ പ്രാധാന്യം കൊടുത്തത്, ഒന്നാമതായിട്ടും പ്രയോറിറ്റി ഉള്ളത് എന്തിനാണ്? അത് ഖുർആന് തന്നെയാണ്. അപ്പോൾ ആ സംഗതി ആദ്യം തന്നെ ശരിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഖലീഫയുടെ കാലഘട്ടത്തിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഒക്കെ ഇതിന് തന്നെയാണ് പ്രാമുഖ്യവും പ്രാധാന്യവും കൊടുത്തതും ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത്. അതേ സമയത്ത് ഇത് പ്രവാചകന്റെ കാലഘട്ടം മുതൽ തന്നെ സ്വഹാബികൾ ഇതിന്റെ സ്വഹീഫകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സ്വഹീഫയുടെ പേരാണ് അസ്വഹീഫ സ്വാദിഖ. അബ്ദുല്ലാഹിബ്നു അംറുബ്നു ആസിന്റെ ഹദീസ് ശേഖരമാണ്. അതിന്റെ പേരാണ് അസ്വഹീഫ സ്വാദിഖ. ഇനി ഇസ്മായിൽ സാഹിബ് സൂചിപ്പിച്ച ഒരു സംഗതി വളരെ കൃത്യമാണ്. അപ്പൊ ഇതിന്റെ പേരിൽ കാഫിർ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ അത്തരം ഒരു ഫത്വകൾ ഉണ്ടെന്നാണ് ഞാൻ കാണിച്ചത്. അത് ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ഹദീസ് നിഷേധിക്കുന്നതിനെ അല്ല കാഫിർ എന്ന് പറയുക. ഇത്തരം ഒരു സുന്നത്തിന്റെ പ്രാമാണികതയെ പ്രവാചകൻ പറഞ്ഞത്, കുഴപ്പമില്ല, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രവാചകൻ പറഞ്ഞ ഒരു സംഗതിക്കും പ്രാമാണികത ഇല്ല എന്ന് പറയുന്നത് എത്രത്തോളം അപകടകരമാണ് ആലോചിച്ച് നോക്കുക. ഇവിടെയാണ് കുഫ്ർ വരുന്നത്. പ്രവാചകൻ പറഞ്ഞ ഒന്നിനും പ്രാമാണികത ഇല്ല, അത് നമുക്ക് വിഷയമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത്. ഉദാഹരണം, ഇപ്പൊ ഇന്നത്തെ ഈ ചേകനൂരികൾ തന്നെ നമസ്കാരത്തെ കുറിച്ച് ഇന്ന് അവരെന്താണ് പറയുന്നത്? നമസ്കാരം, അവരുടെ ഒരു ഗ്രൂപ്പ് നമസ്കാരം എന്ന ഒന്ന് തന്നെ ഇല്ല. നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഫോളോ ചെയ്യലാണ്. എന്ത് ഫോളോ ചെയ്യല്? നാം ഈ ലോകത്തെ മാനവിക നിയമങ്ങളൊക്കെ ഫോളോ ചെയ്യലാണ് എന്ന് പറഞ്ഞ് അവർ ഖുർആനിനെ തന്നെ നിഷേധിച്ചു. എങ്ങനെ നിഷേധിച്ചു? ഖുർആൻ എന്ന് പറഞ്ഞാൽ വായനയാണ്, വ്യാഖ്യാനമാണ്, വായനയാണ്. എന്ത് വായന?
ഈ പ്രപഞ്ചത്തെ മൊത്തം നാം വായിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഖുർആൻ എന്ന് പറഞ്ഞ് ഈ കൊണ്ടു നടക്കുന്നതോ ഇതോ ഇതിനെ കുറിച്ച് പറയുന്നു ഇത് മുസ്ഹഫാണ്. ആലോചിച്ച് നോക്കുക, ഇത് മുസ്ഹഫാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള വായനയാണ്. ഈ ഒരു ഗതികേടിലേക്ക് എത്തിപ്പെട്ടത് എന്താണ്? സുന്നത്ത് എന്ന് പറയുന്നതിനെ സമൂലമായി നിഷേധിച്ചത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു ഹദീസിനെയൊക്കെ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് ദർ ഈസ് നോ പ്രോബ്ലം, അത് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇസ്ലാമിക ലോകം തന്നെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഗവേഷണങ്ങളോ പഠനങ്ങളോ ആരെങ്കിലും നടത്തി വ്യക്തമായ കാര്യകാരണ സഹിതം അത് മുന്നോട്ട് വന്നാൽ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ കുഫർ എന്ന് പറഞ്ഞത് സുന്നത്തിനെ സമൂലം നിഷേധിക്കുന്ന ആ ഒരു പ്രവണതയെ കുറിച്ചാണ്. ആ ഒരു പ്രവണതയുടെ അപകടം ഇങ്ങനെ നിരവധിയുണ്ട്. അങ്ങനെ നിരവധി ഉള്ളതിൽപ്പെട്ട ഒന്നാണ്. ആദ്യം മുജാഹിദ് പ്രസ്ഥാനത്തിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് കൃത്യമായി അറിയില്ല. പിന്നീട് ചേകന്നൂരിലേക്ക് പോയി. പിന്നീട് ചേകനൂരിസത്തിൽ നിന്നുകൊണ്ട് തന്നെ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ്, അള്ളാഹുവിനെ എന്തിനാ അങ്ങനെ വിളിച്ച് ഒച്ചയിൽ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പ്രസംഗിച്ച ഒരു സ്ത്രീയെ നമുക്കറിയാം. അള്ളാഹു എന്നാ പൊട്ടനാണോ? അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്തിനാ ഈ ബാങ്ക് കൊടുക്കുന്നത്, എന്തിനാണത് പറയുന്നത് എന്ന് പറഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതേ സ്ത്രീ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ജുമുഅക്ക് നേതൃത്വം കൊടുത്തത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ മുന്നോട്ട് പോയി ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായി അവസാനം എന്തായി? ഈ സ്ത്രീ തന്നെ വളയം വിട്ട് പുറത്തേക്ക് ചാടി. ഇത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ സുന്നത്തിനെ സമൂലമായി നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് വളയം വിട്ടുള്ള ചാട്ടമാണ്. ഒരു നിയന്ത്രണവും ഇല്ലാതെ പോകും. ഇസ്ലാമിന്റെ അതാണ് ഞാനിവിടെ കാണിച്ച ആ ക്ലിപ്പ് കണ്ടിരുന്നോ ഇസ്മായിൽ സാഹിബ്? ആ ഒരു നിരീശ്വരവാദിയുടെ ക്ലിപ്പ് കണ്ടിരുന്നോ? ഇസ്ലാം മൈനസ് ഹദീസ് സമം ഹദീസ് 0. യുക്തിവാദികൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇസ്ലാമിനെ തകർക്കാൻ എന്ത് ചെയ്യണം. ഇസ്മായിൽ സാഹിബ് ഉണ്ടോ? ഇസ്മായിൽ സാഹിബിന് വേണ്ടി പറയുന്ന മറുപടിയാവും. ആ ക്ലിപ്പ് കണ്ടിരുന്നോ? അപ്പൊ അതാണ് അതിന്റെ അപകടം. സുന്നത്തിനെ സമൂലമായി നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അപകടമുള്ള സംഗതിയാണ്. ഒരു രക്ഷയുമില്ല. സുന്നത്തിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ്, എങ്ങനെയാണ് നിസ്കരിക്കുക? സുന്നത്ത് പ്രമാണമല്ലല്ലോ. അതായത് പ്രവാചകൻ പറഞ്ഞതൊന്നും പ്രമാണമല്ല. മാത്രവുമല്ല ഇത് ഒടുവിൽ ചെന്നെത്തുക എവിടെയാണ്? സുന്നത്ത് പ്രമാണമല്ല എങ്കിൽ, പ്രവാചകൻ പറഞ്ഞത് പ്രമാണമല്ല എങ്കിൽ ഇത് ഖുർആനാണെന്ന് ആരാ പറഞ്ഞത്? സുന്നത്തിന്റെ സമൂലമായ നിഷേധത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇത് ഇത്രമാത്രം അപകടകരമായത് കൊണ്ടാണ് ഇത് കുഫ്റാണ് എന്ന് പറയുന്നത്. ഓക്കെ, hope I admitted your question. Thank you. ഇനി വല്ല ചോദ്യങ്ങളുണ്ടോ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അബ്ദുള്ള മാലദ്വീപ്. ഓക്കെ, മാലദ്വീപിൽ നിന്നും അബ്ദുള്ള സാഹിബ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ യുക്തിവാദി അതേപോലെ ഈ സർവവേദ സത്യവാദം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് മറ്റുള്ള മുസ്ലിം സമുദായത്തിനിടയിൽ നിന്ന് വിമർശനങ്ങൾ വരാത്തത്? വെറും ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഫോക്കസിൽ നിന്ന് മാത്രമാണ് ഈ വ്യക്തിയെ എതിർക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും എനിക്ക് കാണാൻ കഴിയുന്നത്. ബാക്കിയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നോ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന സുന്നികളിൽ നിന്നോ ബാക്കിയുള്ള ഒരു വിഭാഗത്തിൽ നിന്നും ഇത്ര ശക്തമായി ഈ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വിമർശനം സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ല. അപ്പോ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സമുദായത്തിൽ ബാക്കിയുള്ള ആളുകൾ മൗനം പാലിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം. അബ്ദുള്ള പൊന്നാനി സാഹിബിന്റെ ചോദ്യം, സാഹിബ്, അതെ, ഈ ഒരു സർവവേദ സത്യവാദം മാത്രമല്ല, ബാക്കിയുള്ള ഇസ്ലാമിക സംഘടനകൾ ഉണ്ട് ഈ രംഗത്ത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവര് സുന്നത്ത് നിഷേധത്തെ മൊത്തത്തിൽ എടുത്തുകൊണ്ടാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിസ്ഡം ഗ്രൂപ്പിന്റെ ആളുകളൊക്കെ മുഖാമുഖം നടത്തിയിരുന്നു. അപ്പൊ അവര് സുന്നത്ത് നിഷേധം എന്ന ഒരു കൺസെപ്റ്റിലൂടെയാണ് ഈ വിഷയത്തെ കാണുന്നത്. സുന്നത്ത് നിഷേധം എന്ന
ഒരു തത്വത്തിൽ നിന്നുകൊണ്ട് ഈ സുന്നത്തിനെ ആരൊക്കെ നിഷേധിക്കുന്നോ അവരെയൊക്കെ ഒരേ പാർട്ടായി കണ്ടുകൊണ്ട്, ഒരേ ഭാഗമായി കണ്ടുകൊണ്ട് ആ നിലക്കാണ് അവർ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ താരതമ്യേന ഈ ഗ്രൂപ്പ് അത്ര പ്രസക്തമല്ല. ഈ സർവവേദ സത്യവാദം അല്ലെങ്കിൽ പെരേണിയലിസ്റ്റ് അത്ര പ്രസക്തമോ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ പേരെടുത്ത് ഇവരാരും പരാമർശിച്ചിട്ട് വരുന്നില്ല. എങ്കിൽ കൂടിയും നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ ഇന്നിപ്പോ എന്റെ ചുമലിൽ ഇത് വന്നിരിക്കുന്നത്, അർപ്പിക്കപ്പെട്ടത് ഇത് മൂന്നാമത്തേതാണ്. ഇതിന്റെ മുമ്പ് നടന്ന നാലാമത്തേത് ഇല്യാസ് മൗലവി ആയിരുന്നു. അതിനു മുമ്പ് നടന്നത് ആബിദ് ലുത്തുഫി ആയിരുന്നു. അദ്ദേഹം അറിയാലോ, കേരളത്തിലെ പക്ക സുന്നി പ്രസ്ഥാനത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഈ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇത് ഇത്ര അല്ലെങ്കിൽ ഇത്ര അങ്ങോട്ട് ഇത് പ്രോമിനന്റ് ആയി വന്നിട്ടില്ല. ഈ പെരേനിയലിസം, കേരളത്തിലെ പെരേനിയലിസം അത്ര പ്രോമിനന്റ് ആയി വരാത്തത് കൊണ്ടാകാം അവരെ പേരെടുത്തുകൊണ്ട് മറ്റുള്ള പ്രസ്ഥാനങ്ങൾ പറയാത്തത്. അതേസമയത്ത് കേരളത്തിലെ മറ്റുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഈ സുന്നത്ത് നിഷേധം എന്നുള്ള സംഗതിയെ നേരിടുന്നുണ്ട്. അത് അബ്ദുള്ള സാഹിബ് ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ ചേകന്നൂർ മൗലവിയുടെ വധം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഞാൻ ഒരിക്കലും പറയാറില്ല. ചേകന്നൂർ മൗലവി ഈസ് ഡിസപ്പിയർഡ്. അദ്ദേഹം അപ്രത്യക്ഷനായിരിക്കുകയാണ്. അത് എങ്ങോട്ട് പോയെന്ന് നമുക്കറിയില്ല. പോലീസിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മൾ ആ വിഷയത്തെ കുറിച്ച് ഇപ്പൊ വിധിയൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് അപ്രത്യക്ഷമായതുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെടുകയോ അല്ലെങ്കിൽ പ്രതിയാണ് എന്ന് പറയപ്പെടുകയോ ചെയ്യപ്പെടുന്നതിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ, കേരളത്തിലെ പണ്ഡിതൻ ആരായിരുന്നു? ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോ ഇങ്ങനെ പല വിധത്തിൽ സുന്നത്ത് നിഷേധത്തെ ആളുകളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. കാരണം അത് നമുക്ക് വച്ചു പൊറിപ്പിക്കാൻ കഴിയാത്തതാണ്. ഒരു സംഘടനയും വ്യത്യാസമില്ലാതെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സർവമേധ സത്യവാദത്തെ കുറിച്ച് അത് ഇത്ര പ്രോമിനന്റ് ആയി വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം പേരെടുത്ത് പറയാത്തത്. ഓക്കെ സായി. അസ്സലാമു അലൈക്കും. ജലീൽ സാഹിബ്. വലൈക്കും സലാം. ഷഹീദ് റംസാൻ. ഡോക്ടർ എന്തൊക്കെയാണ്? പിന്നെ എൻ്റെ ഒരു സംശയം, സുന്നത്തിന്റെ ക്രോഡീകരണത്തിലും ഇപ്പൊ അതിനെ കൈകാര്യം ചെയ്യുന്നിടത്തും ഒരു നവീകരണം ആവശ്യമാണ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ യുക്തിക്ക് യോജിക്കാത്ത ഒരുപാട് സംഗതികൾ, അത് ക്രോഡീകരിക്കപ്പെട്ട ആ ക്രമത്തിലുള്ള കുറെ പോരായ്മകള്, അപ്പൊ ഇത്തരം മേഖലകളിലൊക്കെ പിന്നെ ക്രമീകരണവും ഒരു ശുദ്ധീകരണവും ആവശ്യമാണ് എന്ന് പറയുന്നത്, അതിനെ നമ്മൾ ഹദീസ് നിഷേധം എന്ന് പറഞ്ഞ് നമ്മൾ ഇതുവരെ പറഞ്ഞ ഫത്വകൾ അവർക്ക് നമ്മൾ ചാർത്തി കൊടുക്കുന്നത് ശരിക്കൊരു അനീതിയല്ലേ? ഇപ്പൊ ഇവിടെ ഹദീസ് നിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും നവീകരണത്തെ കുറിച്ചുള്ള ഒരു സംഗതിക്കും അങ്ങനെ നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ. ഇവിടെ ക്ലിപ്പ് കേൾപ്പിച്ചു, വീണ്ടും കേൾപ്പിക്കണോ? അതായത് പ്രവാചകൻ പറഞ്ഞതൊന്നും പ്രമാണമേ അല്ല എന്നാണ് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഹദീസ്, ഞാൻ തുടക്കം മുതലേ പറഞ്ഞു, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഏതെങ്കിലും ഹദീസ് അംഗീകരിക്കാത്ത എത്രയോ ആളുകളുണ്ട്. ഞാനൊരു ഉദാഹരണം പറയട്ടെ ഷഹീദ് റമദാൻ. അതായത് ഇമാം ബുഖാരിയുടെ ഈ അൽ ജാമിഉ സഹീഹ് എന്നാണ് അതിന്റെ യഥാർത്ഥ പേര്. ഈ ജാമിഉ സഹീഹിനെ ആദ്യമായി നിരൂപണം ചെയ്തതും ഏകദേശം ചില ഹദീസുകളെ, അതായത് 100 ചില്ലാനം ഹദീസുകളെ നിരൂപണം ചെയ്തതും ബഹുമാനപ്പെട്ട ഇമാം ദാറഖുത്നി. ഈ ദാറഖുത്നിയുടെ നിരൂപണങ്ങൾ സഹീഹുൽ ബുഖാരിയുടെ ആധികാരിക വ്യാഖ്യാനം എന്നറിയപ്പെടുന്ന ഫതുഹുൽ ബാരിയുടെ തുടക്കത്തിൽ തന്നെ സാരിൽ ഹദീസ് എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ കൊടുത്തിട്ടും ചർച്ച ചെയ്തിട്ടുമുണ്ട്. അതിന് ഓരോന്നും എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിരൂപണങ്ങളോ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. അന്നും ഉണ്ടായിട്ടുണ്ട്, ഇനി ഇന്നും അതിന് കെൽപ്പുള്ള ആളുകൾ, കഴിവുള്ള ആളുകൾ അത് നിരൂപിക്കുവാനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ സുന്നത്തൊന്നും പ്രമാണമല്ല എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പ്രശ്നമാണ്. സുന്നത്ത് പ്രമാണമല്ലാതാവുന്നത് എങ്ങനെയാ? ഈ ദാറുഖുത്നിയുടെ, ഞാനിവിടെ സൂചിപ്പിച്ചപ്പോ പറയട്ടെ, ദാറുഖുത്നി ഇമാം അവിടെ നിരൂപിച്ച അതേ ഹദീസുകളെയൊക്കെ ഇമാം ഫതുഹുൽ ബാരി എടുത്ത് വീണ്ടും നിരൂപിക്കുകയും അദ്ദേഹം അതിനെ ഒക്കെ അദ്ദേഹത്തിന്റെ നിരൂപണത്തിലെ പോരായ്മകൾ ഫതുഹുൽ ബാരിയുടെ ബുഖാരിയുടെ വ്യാഖ്യാനത്തിന്റെ തുടക്കത്തിൽ
അതെല്ലാം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 1-2 ഹദീസുകൾ ഒഴികെ ബാക്കിയുള്ളതൊക്കെ അസ്ഥാനത്താണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ അകത്തുള്ള വസ്തുത. അപ്പൊ ഇങ്ങനെ നമുക്ക് നിരൂപിക്കുകയും വിമർശനം അസ്ഥാനത്താന്നാ പറഞ്ഞേ? എങ്ങനെ? വിമർശനം അസ്ഥാനത്താന്നാണോ അവസാനം പറഞ്ഞേ? അതായത് 2 ഹദീസുകളിലാണ് ഇബ്നു ഹജറുൽ അസ്കലാനി അതിൽ വിഷയം കണ്ടിട്ടുള്ളൂ. ബാക്കി 100 കണക്കിന് വിമർശിച്ചതിൽ അദ്ദേഹം അതിനെ കൃത്യമായി ചർച്ച ചെയ്യുകയും അതിൽ അദ്ദേഹം ഉന്നയിച്ച ന്യായങ്ങൾ അപ്രസക്തമാണ് എന്നുള്ള നിലക്ക്, അതായത് വാദവും മറുവാദവും ഒക്കെ ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്ത് ഉണ്ട്, അത് നടന്നിട്ടുണ്ട്. അതൊന്നുമല്ല നമ്മുടെ ചർച്ചാ വിഷയം. സുന്നത്തിന്റെ പ്രാമാണികതയെ സമൂലമായി ആര് നിഷേധിക്കുന്നുവോ അവന്റെ ഇരിപ്പിടം വസാഅത്ത് മസീറ, അത് ഖുർആൻ പറഞ്ഞതാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ വാക്യത്തിലുണ്ട് അവന്റെ ഇരിപ്പിടം വളരെ മോശമായ സ്ഥലമാണ്. അങ്ങനെ പ്രവാചകന് അത് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ഇസ്ലാം? ഈ നമ്മൾ കേട്ടതാണ്, ഇസ്ലാം മൈനസ് ഹദീസ് ഈസ് 0. സുന്നത്തിനെ നിഷേധിക്കുക എന്നുള്ളത് പ്രശ്നം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം സുന്നത്താണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രേഖ എന്താണ്? എന്ത് വെച്ചാണ് ഒരു കാര്യം സുന്നത്താണ് എന്ന് നമ്മൾ അറിയാൻ നമ്മൾ അവലംബിക്കുന്നത് എന്തിനെയാണ്? എന്റെ പേര് സലീം. ഞാൻ എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ കേട്ടോ, കാരണം സൗണ്ട് കൂടുതലായി വരുന്നുണ്ട്. എന്നിട്ട് ചോദ്യകർത്താവ് വീണ്ടും അൺമ്യൂട്ട് ചെയ്യുക. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കൂ പ്ലീസ്. ഹലോ, സ്പീഡ്സ് ഐഫോൺ. അല്ല, മ്യൂട്ട് ചെയ്തേക്കണത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്റെ ക്വസ്റ്റ്യൻ, നമ്മള് സുന്നത്തിനെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഒരു കാര്യം സുന്നത്താണ് എന്ന് അറിയുന്നതിന്, എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് നമ്മൾ എന്തിനെയാണ് അവലംബിക്കുന്നത്? ഇപ്പം അള്ളാഹു, ഖുർആൻ, ഇത്തരത്തിലുള്ള മതകാര്യങ്ങളൊക്കെ സുന്നത്ത് മാത്രമല്ലല്ലോ, അള്ളാഹുവിന്റെ അസ്തിത്വം, ഇത് പ്രവാചകൻ പറഞ്ഞതാണ്, ഖുർആൻ വാക്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടുന്നതിന്, നമുക്ക് ഈ സംഗതികൾ മനസ്സിലാക്കുന്നതിന് ഇസ്ലാമിൽ ഒരു രീതിശാസ്ത്രമുണ്ട്. ആ രീതിശാസ്ത്രം തന്നെയാണ് സുന്നത്ത് ഏതാണ് എന്താണ് എന്ന് നമുക്ക് ബോധ്യമാകാനുള്ളത്. ആ രീതിശാസ്ത്രം തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങളെ മനസ്സിലാക്കുന്നതിന് ഏതാണോ രീതിശാസ്ത്രം, ആ രീതിശാസ്ത്രം തന്നെ അവലംബമാക്കിക്കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ്. താജുൽ സാഹിബ് കേൾക്കുന്നില്ല, സൗണ്ട് മ്യൂട്ടഡ് ആണ്. കേൾക്കുന്നില്ലല്ലോ. ആ ഇയർഫോൺ ഒന്ന് ഊരി കുത്തുകയോ എന്തെങ്കിലും ചെയ്യൂ. കേൾക്കുന്നില്ല. വേറെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ താജുദ്ദീൻ സാഹിബിന്റെ സൗണ്ട്? ഇല്ലല്ല. കേൾക്കുന്നില്ല സാഹിബ്. എനിക്ക് മാത്രമല്ല, മറ്റ് സഹോദരങ്ങളും കേൾക്കുന്നില്ല. ഇയർഫോണൊക്കെ ഒന്ന് അഴിച്ചു കുത്തു നോക്കൂ, എന്താണ് പ്രശ്നം എന്ന് വെച്ചാല്. ഈ സ്പീഡ് ഐഫോണിന്റെ ചോദ്യത്തിലേ ഉത്തരം ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, സ്പീഡ് ഐഫോണിന്റെ ചോദ്യവും ആ നിലക്കാണ്. എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം വ്യക്തമല്ല. ചോദ്യം പ്രിസൈസ് ആയിട്ട് വന്നാലാണ് ഉത്തരം പ്രിസൈസ്. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പൊ നമ്മള് പറയുന്ന ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത് മുത്തഫിഖുൻ അലൈഹി എന്ന് പറയുന്ന ഹദീസ് സമാഹാരം, ഹദീസ് വിഭാഗമാണ്. അപ്പൊ ഇതിനെ 100% അംഗീകരിക്കണം എന്നാണല്ലോ, അത് പ്രമാണമാണല്ലോ. അപ്പൊ ഒരാൾ പറയാണ് അത് സ്വീകാര്യമല്ല, അതിൽ ഇന്ന പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിഷേധമാവുമോ എന്നാണ് എന്റെയും സംശയം. ഇല്ല, അങ്ങനെ പറഞ്ഞാൽ അത് നിഷേധമാകില്ലല്ലോ. അതാണ് സുന്നത്തിനെ സമൂലമായിട്ടല്ലല്ലോ നിഷേധിക്കുന്നത്. അതിൽ ഏതെങ്കിലും, അതിനുള്ള ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ദാറുഖുത്നി ഏകദേശം 1-2 അല്ല 100ഓളം ഹദീസുകളെ നിരൂപണം ചെയ്തിട്ടുണ്ട്.
അതിനൊന്നും വിഷയമുള്ള കാര്യമല്ല. ഇസ്ലാമിക സമൂഹം അംഗീകരിച്ചിരിക്കുന്നതാണ്. അതല്ലല്ലോ വിഷയം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം അതല്ല. അങ്ങനെ ഏതെങ്കിലും ഇൻഡിവിജ്വൽ ഹദീസിനെ എടുത്തുകൊണ്ട് ആ ഹദീസിനെ അനലൈസ് ചെയ്തുകൊണ്ട്, കേവലം നിഷേധമല്ലല്ലോ, അനലൈസ് ചെയ്തുകൊണ്ട് ഇന്നിന്ന കാരണങ്ങൾ കൊണ്ട് ഇത് നമുക്ക് സ്വീകാര്യമല്ല എന്നൊരാള് പറയുന്നതും ഹദീസ് സുന്നത്ത് തന്നെ പ്രമാണമല്ല എന്ന് പറയുന്നതും അജഗജാന്തരമുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ഹദീസ്, ആ ഹദീസ് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. എന്തുകൊണ്ട് സ്വീകാര്യമല്ല? അദ്ദേഹത്തിന്റെ ന്യായം പറയണം. അപ്പൊ സ്വീകാര്യമാണെന്ന് പറയുന്ന വ്യക്തികൾ അത് സ്വീകാര്യമാണെന്നുള്ളതിന് ഉള്ള ന്യായം പറയും. അങ്ങനെ ന്യായാന്യായങ്ങൾ തമ്മിൽ മാറ്റുരക്കുകയും അങ്ങനെ നമ്മൾ കണ്ടെത്തുകയും, അല്ലെങ്കിൽ അതിന് കൃത്യമായ മാനദണ്ഡം, രീതിശാസ്ത്രം, ഒരു മെത്തഡോളജി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികൾ സ്വീകരിക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ത് തന്നെയാണെങ്കിൽ അത് സ്വീകരിക്കാൻ ഒരു മെത്തഡോളജി ഉണ്ട്. ആ മെത്തഡോളജി അനുസരിച്ചിട്ടാണ് നമ്മൾ അത് സ്വീകരിക്കുക. ഇത് കുറച്ചുകൂടെ വ്യക്തമായി എന്നാണ് വിചാരിക്കുന്നത് ഡോക്ടർ സാഹിബ്. കുറച്ചുകൂടി കൺഫ്യൂഷൻ ആയതാ. നമ്മുടെ താജുദ്ദീൻ സാഹിബ് കുറേയേറെ എന്തോ ചോദിക്കുന്നു. ഇപ്പൊ സൗണ്ട് വരുന്നത്. ഓക്കെ, വീണ്ടും പോയോ? ഓക്കെ, സാഹിബ് നാസർ അല്ലേ? ഓക്കെ. ഈ സുന്നത്ത് അംഗീകരിക്കുന്നവരും പിന്നെ നിഷേധികളും രണ്ടു ഭാഗത്തും ചില തീവ്രതകളുണ്ട്. ഉദാഹരണമായി ഇപ്പോ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഹദീസുകളെ ഒന്നുകിൽ മനസ്സിലാവുന്നില്ല എന്നോ അത് വിശ്വാസയോഗ്യമല്ല എന്നോ അംഗീകരിക്കാൻ പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ആളെ സുന്നത്ത് നിഷേധിയായിട്ട് മുദ്രയടിക്കും. അത് പാടില്ല. ഉദാഹരണമായി ഇപ്പൊ സിഹിർ അങ്ങനെ ബാധിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ സിഹിർ ബാധിക്കുന്നു ബോധ്യപ്പെടുത്തുകയല്ല ചെയ്യുക, ഹദീസ് നിഷേധിയാണെന്ന് മുദ്രയടിക്കുകയാണ് ചെയ്യുക. അതില് ഈ കൺഫ്യൂഷൻ വരുന്നത് എവിടുന്നാന്ന് വെച്ചാല് സുന്നത്ത് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പ്രാമാണിക അടിത്തറയിൽ പെട്ട രണ്ടാമത്തത് സുന്നത്ത്. രണ്ടാമത്തത് ഹുക്കുമുകളുടെ കൂട്ടത്തിൽ ഒരു സുന്നത്തുണ്ട്. ഫർള്, സുന്നത്ത്, ഹറാമ്, ഹലാല്, പിന്നെ കറാഹത്ത്, അങ്ങനെ 5 ഹുക്കുമുകളുടെ കൂട്ടത്തിൽ ഒരു സുന്നത്തുണ്ട്. ഇമാം അബൂ ഹനീഫ സുന്നത്ത് നിഷേധിയാണ് ആ കണക്കിന്. ആ ഹുക്കുമ് ഉദാഹരണമായിട്ട് സുബൈയിലെ കുനൂത്ത് സുന്നത്ത് ഇല്ല എന്നാണ് അദ്ദേഹം, ഉണ്ടെന്നാണ് ഷാഫി ഉദാഹരണം പറഞ്ഞത്. ഇത് സുന്നത്ത് നിഷേധമല്ല. ഇതുപോലെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാല് അവനെ സുന്നത്ത് നിഷേധിക്കാണ്. അത് സുന്നത്ത് അംഗീകരിക്കുന്നവരുടെ കയ്യിലുള്ള വലിയ പിന്നെ അന്തക്കടം. എത്രത്തോളം നിങ്ങളെ സമയം തരുമെന്ന് അറിയില്ല. ഒരു കുട്ടി ഒരിക്കൽ ചോദിച്ചു, പിന്നെ തല മറക്കാതെ നിസ്കരിച്ച കാഫിറായി പോകുന്നു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ അവൻ കുറച്ചു ദിവസം ക്ലാസ് കേട്ടപ്പോ നിസ്കരിക്കാൻ തുടങ്ങി. അതിന്റെ നിസ്കരിക്കലുണ്ടായിരുന്നില്ല, അവൻ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ ഒരിക്കൽ പള്ളിയിൽ നിസ്കരിക്കുമ്പോ തല മറക്കാത്തത് കൊണ്ട് ഉസ്താദ് പിടികൂടി. എന്നിട്ട് അവനോട് ചോദിച്ചു, പിന്നെ എന്താണ് തല മറക്കുക? അപ്പൊ പിന്നെ ചോദിച്ചു, തല മറച്ചില്ലേം കുഴപ്പമുണ്ടോ ഉസ്താദെ? തന്നെ തല മറച്ചില്ലേം കാഫിറായി പോകുന്നു. അപ്പൊ അവന്റെ സംശയം ഇപ്പൊ നിസ്കരിക്കാതെ നടന്നിട്ട് ഇതുവരെ കാഫിറായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നിസ്കരിക്കാൻ തുടങ്ങിയതോടെ ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞത് പറയാനല്ല കേട്ടോ, വേറെ കാര്യം പറയാം. ഇത് ഞാനൊരു വലിയ പണ്ഡിതനോട് പറഞ്ഞു, ഒരുപാട് കാലം ദർസ് നടത്തിയാണ്. അപ്പൊ അയാൾ എന്നോട് ചോദിക്കുന്നത്, അയാൾ പറഞ്ഞത് ശരി തന്നെയല്ലേ, സുന്നത്ത് ഇൻകാർ സുന്ന കുഫ്രന്നല്ലേ? ഞാനെന്താ പറയാ, ഇങ്ങനെ വളരെ വലിയ അവ്യക്തതകൾ അതും വേണം ഈ കൂട്ടത്തിൽ പരിഹരിക്കാൻ. കുറെ പ്രശ്നങ്ങൾ അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ പറയുന്ന സംഗതി ഉണ്ടല്ലോ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇതുപോലെ സുന്നത്തിന്റെ ഗണം, അതായത് പ്രവാചകൻ, ഇത് മുഹദ്ദിസുകൾ സുന്നത്തിനെ അർത്ഥമാക്കുന്ന ഒന്നുണ്ട്, അതുപോലെ ഫഖീഹുകൾ അർത്ഥമാക്കുന്ന മറ്റൊന്നുണ്ട് ഫിഖ്ഹിൽ. അപ്പൊ മുഹദ്ദിസുകൾ അർത്ഥമാക്കുന്നതാണ് ഈ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. പിന്നീട് ഇതിന്റെ ഇസ്ലാമിക സമൂഹത്തോട് ഇത് അനുഷ്ഠിക്കാൻ കൽപ്പിക്കപ്പെട്ടതിന്റെ വ്യത്യസ്ത തലങ്ങളുണ്ട്. നിർബന്ധം, പിന്നെ ചെയ്താലും സാധാരണഗതിയിൽ പറയുന്നുണ്ടല്ലോ, ചെയ്താലും ചെയ്തില്ലെങ്കിലും കൂലിയുള്ളത്, അതൊക്കെ ഫിഖ്ഹിലേക്ക് വരുമ്പോഴുള്ളതാണ്. അപ്പോൾ ഫിഖ്ഹിയായ അർത്ഥതലത്തിലുള്ള സുന്നത്തുകളാണ് ഇപ്പോൾ ഇവിടെ നാസർ സാഹിബ് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ആ നിലക്കുള്ള തീവ്രവാദം ആർക്കും ഉണ്ടാകേണ്ടതില്ല. ഏതുപോലെ ഈ സൗദി അറേബ്യയിലുണ്ട്, ഇങ്ങനെ അത്തഹിയാത്തിലിരിക്കുമ്പോ ഇങ്ങനെ കൈ അനക്കുന്നതുണ്ടാവും. എന്റെ തന്നെ നാട്ടിൽ വച്ച് ഞാൻ ചെറുപ്പത്തിൽ അത്തഹിയാത്തിൽ ഇരുന്നപ്പോൾ എന്റെ കൈവിരലുകൾ ഇങ്ങനെ നിവർന്നിരുന്നപ്പോ
തൊട്ടടുത്തുള്ള ഒരാൾ നമസ്കാരത്തിൽ, ഞാൻ ഇന്ന് ഓർക്കാണ്, അയാൾ വന്നിട്ട് എന്റെ കൈ ഇങ്ങനെ ചുരുക്കി വെച്ചു. നമസ്കാരത്തിൽ എന്റെ തൊട്ടടുത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തീവ്രവാദികളുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മൾ കണക്ക് കൂട്ടേണ്ടതില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അടിസ്ഥാനപരമായി ഈ ഒരു അപകടത്തെയാണ്. അപ്പോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ പഠിച്ചും വായിച്ചും മനസ്സിലാക്കിയും ഒക്കെ വരുമ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാനുള്ള ശേഷിയും ഹെൽപ്പും ഒക്കെ എന്തായാലും ഇവിടെ ശ്രമിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. പിന്നെ നാസർ സാഹിബ് ആവുമ്പോൾ പണ്ഡിതനാവും. ഇനി അടുത്ത നാളുകളിൽ നമ്മൾ വച്ചിട്ടുണ്ട്. നാസർ സാഹിബിന് ചില പണികളൊക്കെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഒരു ചെറിയ ചോദ്യം. ഈ വിമർശകർ സാധാരണ പറയുന്ന ആവശ്യമില്ല. എങ്ങനെ നമ്മൾ തമ്മിൽ പരിചയമില്ലല്ലോ. എനിക്ക് മനസ്സിലായി. പിന്നെ ഈ ഹദീസ് നിഷേധികൾ പൊതുവെ പറയുന്ന ഒരു ആരോപണമുണ്ട്. ഈ സിഹാസിത്തിന്റെ 6 പേരും ബുഖാറ, സമർക്കന്ത് ആ ഏരിയയിൽ നിന്ന് മാത്രമായിട്ട് വരുന്നതിന്റെ പിന്നില് ചില ജൂത കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും, പിന്നെ ബുഖാരിയുടെ രചന നോക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ഹദീസ് എഴുതലൊക്കെ ഒരു ഹദീസ് എഴുതണമെങ്കിൽ തന്നെ നിസ്കരിച്ച് പൊതുവെടുത്ത് നിസ്കരിച്ച് അങ്ങനെ കുറെ പ്രാർത്ഥിച്ചൊക്കെ എഴുതി അങ്ങനെ എഴുതുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എത്രത്തോളം ഹദീസ് അദ്ദേഹത്തിന് എഴുതാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് ചില വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന് കൂടി ഒന്ന് മറുപടി പറഞ്ഞാല്, പറയേണ്ടതാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ തിരക്കില്ല. ഓക്കെ, ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ വിമർശകർ പറയുന്നത് അവര് സോവിയറ്റ് റഷ്യ എന്ന് വന്നതാണ്. ഒന്നാമത് അത് തന്നെ എത്ര വലിയ അബദ്ധമാണ്. ഇസ്ലാമിക സ്റ്റേറ്റിലുള്ള ആളുകളാണ് അവർ. അന്നൊക്കെ ഈ ഖുറാസാനൊക്കെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിലാണ് എന്ന് മനസ്സിലാക്കണം. സോവിയറ്റ് റഷ്യ ഒന്നും അന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ അബദ്ധജടിലവും ചരിത്രപരമായ അംഗത്വമൊക്കെയാണ് ഇവർ പറയുന്നത്. ഇസ്ലാമിക സ്റ്റേറ്റിന്റെ പൗരന്മാരായിരുന്നു അവർ. പിന്നെ രണ്ടാമത്, അദ്ദേഹം ഇത്രമാത്രം ഹദീസുകൾ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം മൊത്തം എങ്ങനെ ഇരുന്ന് എഴുതണ്ടേ, എങ്ങനെയാണ് ഇതിന് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുഖ്യമായിട്ടും പറയുന്നത്, നമ്മുടെ ഈ മുഖ്യ കഥാപാത്രം മൗലവിയും പറയുന്നുണ്ട് 6 ലക്ഷം ഹദീസ് അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ 6 ലക്ഷത്തിൽ നിന്നും 99% തള്ളിക്കളഞ്ഞ് ബാക്കി 1% ഈ 1% എന്ന് പറയുമ്പോൾ പിന്നെ എത്രയുണ്ട്? അങ്ങനെ ഒരു സംഗതിയുടെ 99% തള്ളിക്കളഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗതിയുടെ 20% താഴെ അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് കംപ്ലീറ്റ്ലി റോങ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി മറ്റൊരു സംഗതി പറയുന്നുണ്ട്. സത്യത്തിൽ അപ്പോൾ ഈ 6 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ വിചാരിച്ചത് ഈ ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി എന്ന് ഞാനിവിടെ ഒരു ഹദീസ് പറഞ്ഞല്ലോ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ 6 ലക്ഷം ഹദീസ് എന്നാണ് ഇവർ വിചാരിച്ചത്. സത്യത്തിൽ അതൊന്നുമല്ല. 6 ലക്ഷം ഹദീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മുഹദ്ദിസുകളുടെ ഭാഷയിൽ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ മൂലം, അതിന്റെ പ്രമേയം ആണല്ലോ മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ ചെയിൻ ഉണ്ട്, അതിന്റെ ഇസ്നാദ്, അതിന്റെ പരമ്പര. ആ പരമ്പരകൾക്കും അവർ ഹദീസ് എന്നാ പറയുക. അപ്പോ അതിലേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ സുന്നത്തിന്റെ ആളുകളും അങ്ങനെ തന്നെയാണ് അത് പറയുന്നത്. ഇമാം ഷാഫി, ഇമാം മുഹമ്മദ് ബിൻ ഹംബല് 10 ലക്ഷം ഹദീസ് മനപ്പാടാക്കിയിട്ടുണ്ട്, പക്ഷെ ഏതാനും 1000 മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ മദ്ഹബായിട്ട് പറയലുണ്ട്. ആളുകൾ ഈ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം ഇതാണ്. അപ്പോൾ അവിടെ ഈ സനദുകളാണ്. എന്നാൽ ഈ സനദുകൾ ഇങ്ങനെ വ്യത്യസ്തമായ സനദുകളിലൂടെ ഹദീസുകൾ വരും. ഇപ്പൊ ഞാനിവിടെ ഈ പറഞ്ഞ ഈ സംഗതി തന്നെ, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി എന്നുള്ളത് ABCDEF HIJK LMNO PQRS TUWX ഇങ്ങനെ വ്യത്യസ്തമായ സനദുകളിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ അദ്ദേഹത്തിന്റെ ഷർത്തുകൾക്ക് അനുയോജ്യമായി നിൽക്കുന്ന ഒരെണ്ണം മാത്രം സ്വീകരിക്കുകയും അല്ലെങ്കിൽ 1ഓ 2ഓ സ്വീകരിക്കുകയും ബാക്കിയുള്ളതൊക്കെ തള്ളിക്കളയുകയും ചെയ്യും. അപ്പൊ തള്ളിക്കളയാൻ പല കാരണങ്ങളുണ്ടാവും. അപ്പൊ ഈ തള്ളിക്കളഞ്ഞതൊക്കെ ഹദീസുകളാണ്. എന്നാൽ ഹദീസിന്റെ മത്തിൻ, അതിന്റെ മൂലം, അതിന്റെ പ്രമേയം പോയിട്ടില്ല. അതിന്റെ പ്രമേയം ഇവിടെ തന്നെ ഉണ്ട്. ഇതിപ്പോ ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ, ഇനി ഇമാം ബുഖാരി തുടങ്ങുന്നത് തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്ന ഒരു ഹദീസ് കൊണ്ടാണ്. ഈ ഹദീസിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത്, ഇതിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ 600-ൽ ചില്ലുവാനം ഹദീസുകൾ ഇമാം ബുഖാരി തള്ളിക്കളഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ 600-ൽ ചില്ലുവാനം പരമ്പരകളിലൂടെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ള ഏക ഹദീസ്, തുടക്കത്തിൽ പറയുന്ന ഹദീസ് തന്നെ ഇമാം ബുഖാരിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ കളഞ്ഞിട്ടാണ് ഇപ്പോൾ ബുഖാരിയിൽ നിലവിലുള്ള ആ ഒരു സനദ് എഴുതിയിരിക്കുന്നത്.
അപ്പൊ സനദിനും ഹദീസ് എന്ന് പറയും, അതിന്റെ പ്രമേയത്തിനും ഹദീസ് എന്ന് പറയും. ഈ സനദുകൾ ഇങ്ങനെ വ്യത്യസ്ത സനദുകളിൽ കൂടെ ഉണ്ടാകുന്നു, അതൊക്കെ അവർ ഉപേക്ഷിച്ച് കളയുന്നു. ഇതിനാണ് ഹദീസ് എന്ന് പറയുന്നത്. ഒന്ന് ഇവിടെ ഉണ്ടാകാവുന്ന ചോദ്യം, അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത സനദുകളിലൂടെ ഹദീസുകൾ ഉണ്ടാകാമോ? തീർച്ചയായിട്ടും ഉണ്ടാകണമല്ലോ. ഇവർ തന്നെ പറയുന്നത് അനുസരിച്ച് 2-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കുമാണ്, അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഇമാം ബുഖാരി ഇത് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ വ്യത്യസ്തമായ 600 അല്ല 700 അല്ല ആയിരക്കണക്കിനായ പരമ്പരകളിലൂടെ ഇത് ഉണ്ടാകണം. കാരണം കാലം ഇങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഇമാം ബുഖാരിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ, അപ്പോൾ ഇവർക്ക് മറ്റൊരു സംഗതി അറിയില്ല. ഇമാം ബുഖാരി ആദ്യമായിട്ട് എഴുതിയ കിതാബൊന്നുമല്ല അൽ ജാമിഉ സഹീഹ് എന്ന് പറയുന്ന ഈ സഹീഹുൽ ബുഖാരി. പിന്നെയോ അതിനു മുമ്പ് അദ്ദേഹത്തിന് ഗ്രന്ഥമുണ്ട് അൽ അദബുൽ മുഫ്രദ്, താരീഖുൽ കബീർ. ഈ താരീഖുൽ കബീറിലൊക്കെ 100 കണക്കിന് ആളുകളുടെ ചരിത്രമാണ് പറയുന്നത് ഈ സനദുകളിലുള്ള. അപ്പൊ അദ്ദേഹത്തിന് അത് അറിയാം. അദ്ദേഹം അറിയുകയും ഗ്രന്ഥരചന നടത്തുകയും ചെയ്തിട്ടുള്ള വളരെ തറൂ നോളജ് ഉള്ള വ്യക്തിയാണ് ഈ സനദുകളുടെ ആളുകളെ കുറിച്ച്. ഇതൊക്കെ വളരെ കൃത്യമായി പഠിച്ച ശേഷമാണ്, അതിലൊക്കെ ഗ്രന്ഥം എഴുതിയ ശേഷമാണ്. നമ്മളൊക്കെ എത്ര ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഇപ്പൊ ഇത്രയും കാലമായിട്ട്. അപ്പൊ ഇങ്ങനെ കൃത്യമായ ഗ്രന്ഥരചന നടത്തിയ ശേഷമാണ് അദ്ദേഹം പിന്നെ ഇതിലേക്ക് വരുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഗുരു ഇബ്നു റാഹവൈഹി, ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി എന്ന അദ്ദേഹത്തിന്റെ ഗുരു ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇതൊക്കെ ഒന്ന് കൃത്യമായി ഒന്ന് ഓർഡറിലാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ താരീഖുൽ കബീറിന്റെയും അൽ അദബുൽ മുഫ്രദിന്റെയും ഒക്കെ പരിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം വളരെ സംശുദ്ധമായ ഒന്ന് അദ്ദേഹം എഴുതുവാൻ വേണ്ടി മുന്നോട്ട് വന്നത്. അപ്പൊ ഇതാണ് അസംബന്ധമായിട്ട്. ഈ ഹദീസ് നിഷേധികള് നമ്മുടെ കയ്യിലുള്ള ഖുർആൻ റസൂലുള്ളാഹിക്ക് ഇറങ്ങിയ ഖുർആൻ തന്നെയാണ് എന്ന് അംഗീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇത് നമ്മൾ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. പ്രവാചകന്റെ വാക്ക് പ്രമാണമല്ല എങ്കിൽ പിന്നെ ഇതെങ്ങനെയാണ് ഈ വഹ്യ ഖുർആൻ ആണെന്നും ഇതാണ് ഖുർആൻ എന്നും ഇത് ഖുർആൻ ആണെന്ന് പറഞ്ഞത് പ്രവാചകനാണ്. ഇത് അവര് മറുപടി പറയണ്ട. മാത്രമല്ല അവര് മറുപടി പറയാത്ത അതിന്റെ ക്ലിപ്പൊക്കെ ഉണ്ട്, ഞാൻ കേൾപ്പിക്കുന്നില്ല. കാരണം എനിക്ക് ഇനി 5 മിനിറ്റിൽ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല, എന്റെ ഇവിടുത്തെ മഗ്രിബ് പോകും. അതുകൊണ്ടാണ് ഇപ്പൊ നമസ്കാരത്തെ കുറിച്ച് ആ ക്ലിപ്പ് കേട്ട് കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നമസ്കാരത്തെ കുറിച്ച് ഇദ്ദേഹത്തോട് ഞാനിപ്പോ ആദ്യം കേൾപ്പിച്ച ഈ ഹദീസ് പ്രമാണമല്ല എന്ന് പറയുന്നതിന്റെ ആ ഉത്തരം പറഞ്ഞതിന് ശേഷം രണ്ടാമതൊരാൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ നമസ്കാരമൊക്കെ ആ ചോദ്യത്തിന് എന്ത് ചെയ്താൽ സമ്മതിക്കില്ല, അത് ഫിഖ്ഹാണ്. അപ്പോ ചോദ്യാർത്ഥിവ് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ തന്നെ അനുയായിയാണ്. ആ ചോദ്യത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ ഭവ്യത കാണുമ്പോൾ അറിയാം, അല്ല ഉസ്താദെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്, ഇത് ഹദീസിലെ ചില പ്രശ്നങ്ങളുണ്ട്, അതൊന്നും അറിയാൻ വേണ്ടിട്ട് അതൊന്നും ഉസ്താദ് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. പക്ഷെ ആ ചോദ്യത്തെ അംഗീകരിച്ചില്ല. എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തതെന്ന് അറിയാമോ? ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് എന്റെ അടുത്ത ഒരാൾ അയച്ചു തന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് ഇദ്ദേഹം പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നമസ്കരിക്കുക എന്നൊക്കെ ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഇവര്. അതൊക്കെ കുറച്ച് മനുഷ്യനെ കുഴപ്പിക്കുന്ന ചോദ്യമാണെന്ന്. അത് അറിയാതെ വായത് വന്നുപോയതാ. പക്ഷെ അങ്ങനെ ഇയാൾ പറയുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂർ കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പരിപാടി. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ പരിപാടി വളരെയധികം നന്നായി പ്രിപ്പയർ ചെയ്ത് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ജലീൽ സാഹിബിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ഏകദേശം 2 മണിക്കൂർ നമ്മോടൊപ്പം ഉണ്ടായ എല്ലാ സഹൃദയർക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പരിപാടി ഇൻഷാ അല്ലാഹ് എല്ലാ വെള്ളിയാഴ്ചയും ഏകദേശം ഇതേ സമയത്ത് തന്നെ തുടരുന്നതാണ്. അടുത്ത ആഴ്ചകളിൽ വിമർശിക്കപ്പെടുന്ന ഹദീസുകൾ നമ്മുടെ മുന്നിൽ സുന്നത്ത് നിഷേധം ഒരു ഫാഷനായി കൊണ്ട് നടക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന കുറെ ഹദീസുകളുണ്ട്. വാസ്തവത്തിൽ അവർക്ക് ആ ഹദീസുകൾ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ വിമർശനങ്ങൾ അവർക്ക് കിട്ടുന്നത് ഒരു പരിധി വരെ ഓറിയന്റലിസ്റ്റുകളിൽ നിന്നും യുക്തിവാദികളിൽ നിന്നുമൊക്കെയാണ്. അവർ ഉന്നയിക്കുന്ന വാദങ്ങൾ അവർ അതേപടി ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ അവർ പറയും ഖുർആന് വിരുദ്ധമായ ഒരു ഹദീസും ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന്. പക്ഷെ അവരുമായി സംവദിച്ചു നോക്കുമ്പോൾ അവർക്ക് ഖുർആൻ എന്താണെന്ന് അറിയില്ല,
സുന്നത്തും എന്താണെന്ന് അറിയില്ല എന്ന ഒരു പരിതസ്ഥിതിയിലാണ് അവരുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. ചുരുക്കത്തിൽ സുന്നത്ത് നിഷേധം അതിന്റെ അന്ത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ പരിണാമം എന്ന് പറയുന്നത് ആ നിഷേധം എന്ന് തന്നെയാണ് എന്നുള്ളത് നമുക്ക് ദലീൽ സാഹിബിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് വിമർശിക്കപ്പെടുന്ന ഹദീസുകളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ കഴിയും. എല്ലാവരും പങ്കെടുക്കണം, മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.